hello dear ones, welcome to Exam Point. നമ്മൾ പുതിയ ചാപ്റ്റർ പഠിക്കാൻ പോവാണ് എ ഡേ ഇൻ ദ കൺട്രി. നല്ലൊരു പേരാണോ? രാജ്യത്തിലെ ഒരു ദിവസം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളോട് ഈ കഥ പറയുന്നത്. അപ്പോൾ കഥയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ്? നിങ്ങൾ രാവിലെ എണീക്കുന്നു, കുളിക്കുന്നില്ല അല്ലെങ്കിൽ വൈകുന്നേരം കുളിക്കുന്നവരാണോ? എന്തായാലും രാവിലെ എണീക്കുന്നു, മിസ് കുളിക്കുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ കുളിക്കുന്നു, ബാത്റൂമിലൊക്കെ പോയി, പിന്നെ എന്താണ്, ബ്രഷ് ചെയ്ത് കുളിച്ച് റെഡിയായി, യൂണിഫോമൊക്കെ ഇട്ട് ഫുഡ് കഴിക്കുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. എല്ലാവരും ട്യൂഷൻ പഠിക്കുന്നവരാണോ? ചിലവർ ട്യൂഷൻ പഠിക്കുന്നവരാണ്, ചിലവരല്ലാത്തവരാണ്. അങ്ങനെയുള്ളവർ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് ചിലപ്പോൾ ഇച്ചിരി നേരം കളിക്കാനൊക്കെ പോകും അല്ലേ? അപ്പോൾ നിങ്ങൾ 8th സ്റ്റാൻഡേർഡിലായതുകൊണ്ട് കളിക്കാനൊക്കെ വീട്ടുകാരൊക്കെ വിടുമല്ലോ. അപ്പോൾ കളിച്ചിട്ടൊക്കെ വന്ന് ചിലപ്പോൾ പ്രെയർ ചെയ്യും, അല്ലെങ്കിൽ അതുണ്ടാവില്ല. പിന്നെ കുറച്ച് നേരം ഹോംവർക്ക് ഒക്കെ ചെയ്ത് പിന്നെ കിടന്നുറങ്ങി. ഇങ്ങനെയൊക്കെയല്ലേ? അതാണ് നമ്മുടെ ഒരു ദിവസം. ഈ ഒരു ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഡേ ഇൻ ദ കൺട്രിയിലാണ് ഈ ദിവസം എന്ന് പറയുന്നത്. അത്ര സിമ്പിളായിട്ട് പോകുന്നൊരു ദിവസമല്ല. കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് അവസാനം ഒരു നല്ലൊരു ട്വിസ്റ്റോടുകൂടി അവസാനിക്കുന്ന കഥയാണ്. അപ്പോൾ സിമ്പിൾ സ്റ്റോറിയാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട്. കൺട്രിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ ഡേ ഇൻ ദ കൺട്രി എന്ന ചാപ്റ്ററിലോട്ട് പോകാം. നേച്ചർ ഹാസ് ഓൾവേസ് ബീൻ എ മോട്ടിവേറ്റർ, ഗൈഡ്, ടീച്ചർ ആൻഡ് മെന്റർ ഫോർ മാൻ. പ്രകൃതി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിക്കുന്നത് മുഴുവൻ സിലബസിലുള്ള കാര്യങ്ങളാണ് അല്ലേ? ഈ പഠിത്തം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. നമ്മുടെ മുമ്പിലോട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പാടാത്ത കുറേ കാര്യങ്ങളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് പരീക്ഷ എഴുതുന്നു എന്നല്ല മിസ് പറയുന്നത്, ലൈഫിൽ കുറേ കാര്യങ്ങൾ നടക്കും. അതിലൊന്നും നമ്മൾക്ക് ഇങ്ങനെയാ വരുള്ളൂ എന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞു തന്നാലും കാര്യമില്ല, അങ്ങനെ തന്നെ വന്നെന്ന് ഒരു നിർബന്ധമില്ല. ഒരാളുടെ ലൈഫിൽ നടക്കുന്നതല്ല മറ്റൊരാളുടെ ലൈഫിൽ നടക്കുന്നത്. സോ ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പോൾ നമ്മൾ പല പാഠങ്ങളും പഠിക്കുന്നത് ആരിൽ നിന്നൊക്കെയാണെന്നറിയോ? പ്രകൃതിയിൽ നിന്നാണ്. ഔട്ട് ഓഫ് സിലബസ് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് എക്സ്പീരിയൻസ് അല്ലേ? അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്, പ്രകൃതിയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു മോട്ടിവേറ്ററാണ് അല്ലേ? ഒരു ഓട്ടം സീസണിൽ ഫുള്ള് ഇല കൊഴിഞ്ഞു പോയ ഒരു മരം കാണുമ്പോൾ നമ്മുടെ ലൈഫും ലൈക്ക് അതുപോലെയാണെന്ന് നമുക്ക് തോന്നും. ഒരു ബെയർ ആണ്, ഒന്നുമില്ലാത്തൊരവസ്ഥ. അത് കഴിഞ്ഞ് സ്പ്രിംഗ് സീസണിൽ ആ മരം ഫില്ലായിട്ട് പുതിയ കിളിർത്ത് വരുന്ന ഇലകളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലും വരുന്നൊരു പ്രതീക്ഷയുണ്ട്. ലൈക്ക് മൈ ലൈഫ് വിൽ ഓൾസോ ബി ലൈക്ക് ദിസ്. അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട് ഓട്ടം. അതാണ് സീസൺ. സോ ദാറ്റ് ഈസ് വാട്ട് വി ലേൺ ഫ്രം നേച്ചർ അല്ലേ? നമ്മുടെ ഒരു മോട്ടിവേറ്റർ ആവാൻ നേച്ചറിന് പറ്റാറുണ്ട്. പിന്നെയോ ഗൈഡാണ്. പല കാര്യങ്ങളും നമ്മളെ ഗൈഡ് ചെയ്യാറുണ്ട് നേച്ചർ. ലൈക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഭയങ്കര കാർമേഘം, ഭയങ്കര കറുത്തിരണ്ട ആകാശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മഴ പെയ്യാൻ പോവാണ്, കുട എടുക്കണം. സോ ദർ ഇസ് എ ഗൈഡ് അല്ലേ? അപ്പോൾ ഒരു ഗൈഡ് ടീച്ചറാണല്ലോ, ഒബ്വിയസ്ലി വണ്ടർഫുൾ ടീച്ചറാണ് നേച്ചർ. കുറേ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പഠിപ്പിച്ചു തരുന്ന ഒരാളാണ്. പിന്നെ മെൻറ്ററാണ്. മെൻറ്റർ എന്താണ്? ടോട്ടൽ നമ്മളെ ഫുൾ ഗൈഡ് ചെയ്ത് നമ്മളെ നേർവഴിക്ക് നടത്തുന്ന ഇത്രയും നല്ല ഒരാൾ എന്ന് പറയുന്നത് ആരാണ്? നേച്ചറാണ് ഫോർ മാൻ. അപ്പോൾ നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ് ഫോർ മാൻ. കുറേ റോള് നമ്മുടെ ലൈഫിലുള്ള ഒരാളാണ് പ്രകൃതി എന്ന് പറയുന്നത്. റീഡ് എ സ്റ്റോറി അബൌട്ട് ഹൗ നേച്ചർ ഇൻഫ്ലുവൻസസ് മാൻ. അപ്പോൾ പ്രകൃതി ഒരു മനുഷ്യനെ എത്രത്തോളമാണ് സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് എ ഡേ ഇൻ ദ കൺട്രി. അപ്പോൾ ഓഥറിനെ നോക്കാം. ആരാണ് ഓഥർ? കേട്ടിട്ടുണ്ടോ? ആന്റൺ പാവ്ലോവിച്ച് ചെക്കോവ്. അതാണ് ഓഥർ. ഓഥറിന്റെ ഫോട്ടോ കണ്ടല്ലോ അല്ലേ? 1860 ജനിച്ചിരിക്കുന്നത്, മരിച്ചിരിക്കുന്നത് 1904 ആണ്. ഹി വാസ് എ റഷ്യൻ ഫിസിഷ്യൻ ആൻഡ് റൈറ്റർ. ആരായിരുന്നു? റഷ്യൻ ഫിസിഷ്യൻ ആൻഡ് റൈറ്റർ. അപ്പോൾ ഇനി ഞാൻ ഡോക്ടറായി, മതി, അങ്ങനെയല്ല. ഹീസ് ഓൾസോ എ റൈറ്റർ, വെരി ഫേമസ് റൈറ്റർ കൂടിയാണ്. അപ്പോൾ മനസ്സിലായാലും, ഡോക്ടറായി എൻ്റെ ജീവിതം സഫലമായി എന്ന് അവസാനിപ്പിക്കുകയല്ല, ഒപ്പം റൈറ്ററും കൂടിയാണ്. ഡോക്ടറും റൈറ്ററും രണ്ട് ഡുവൽ പർപ്പസ്, അത് രണ്ടറ്റത്ത് നിൽക്കുന്ന പ്രൊഫഷനാണ് അല്ലേ? ഡോക്ടറും എഴുത്തുകാരനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, രണ്ട് കാര്യമല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ പ്രൊഫഷനോ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമുക്കറിയാലോ, അമ്മമാർ ചെയ്യുന്ന ജോലികൾ എന്ന് പറയുന്നത് കുറേ ജോലി ചെയ്യില്ലേ? ഒപ്പം വർക്ക് ചെയ്യുന്ന അമ്മമാരില്ലേ? അപ്പോൾ ആ 2 ജോലി കൊണ്ടുപോകാമെങ്കിൽ ഈ ലോകത്തെ ഏത് 2 ജോലിയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. ടൈമും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ. He is considered to be among the greatest writers of short stories. ഷോർട്ട് സ്റ്റോറീസ് എഴുതുന്ന, അതായത് ചെറുകഥകൾ എഴുതുന്നതിൽ ഏറ്റവും നല്ല റൈറ്ററിൽ ഒരാളായിട്ടാണ് നമുക്ക് ആന്റൺ ചെക്കോവിനെ കാണാവുന്നത്. His career as a dramatist produced 4 classics and his best short stories are held in high esteem
ബൈ റൈറ്റേഴ്സ് ആൻഡ് ക്രിട്ടിക്സ്. അപ്പോൾ മിക്ക ഷോർട്ട് സ്റ്റോറീസും അപ്പം എന്താണ് ഡ്രമാറ്റിസ്റ്റ് ആയിട്ട് 4 ക്ലാസിക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഷോർട്ട് സ്റ്റോറീസ് ക്രിട്ടിക്സ് എന്നൊക്കെ പറയുമ്പോൾ അവർ ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിലും ആ കഥയ്ക്ക് ഒരു ക്വാളിറ്റി വേണം. മനസ്സിലായോ? അതാണ് held in high esteem by writers and critics. അവരൊക്കെ ലൈക്ക് ക്രിട്ടിസൈസ് ചെയ്യണം. നമുക്ക് റൈറ്റേഴ്സിൽ കുറേ ക്രിറ്റിസിസം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ കഥനെ കുറിച്ച് മറ്റേ കീറി മുറിച്ച് പഠിച്ച് അതിനെ വിശകലനം ചെയ്ത് അതൊക്കെയാണ് ക്രിറ്റിസിസം ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ ചെയ്താലും അതിലും ഒരു ഇത് വേണം, അതിനും ആ കഥക്ക് ഒരു ക്വാളിറ്റി വേണ്ടേ? മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരാളായിരുന്നു. Chekhov is often referred to as one of the 3 seminal figures of the early modern theatre. അപ്പോൾ ചെക്കോവ് അറിയപ്പെടുന്നത് തന്നെ one of the 3 seminal figures ആണ് of the early modern theatre. നമ്മുടെ early modern ഇംഗ്ലീഷിൽ കുറേ തിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ BA ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ബാക്കിയുള്ള ഒരു തിയേറ്റേഴ്സും ടൈമും എറേഴ്സും ഒക്കെ ഒന്നും പഠിക്കാനൊന്നും പോകുന്നില്ല. ഇംഗ്ലീഷ് ജസ്റ്റ് ഒരു സബ്ജക്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഗ്രാജുവേഷന് നിങ്ങൾ ഇംഗ്ലീഷ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ തിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കും. എന്തായാലും ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. 3 റൈറ്റേഴ്സിൽ ഒരാൾ ചെക്കോവ് ആയിരുന്നു. എന്താണ്? വൺ ഓഫ് ദ 3 സെമിനൽ ഫിഗേഴ്സ്. സെമിനൽ ഫിഗേഴ്സ് എന്ന് വെച്ചാൽ ആ സമയത്ത് എലോങ് വിത്ത് ഹെൻറിക് ഇബ്സൺ പിന്നെ ഓഗസ്റ്റ് സ്ട്രിൻബർഗ് ഇവർ രണ്ടുപേരാണ് ബാക്കി. ഈ ചെക്കോവും എന്താണ് ഓഫൺ റെഫേർഡ് ടു ആസ് വൺ ഓഫ് ദ മോസ്റ്റ് 3 സെമിനൽ ഫിഗേഴ്സ് ആണ്. അതായത് ഏർലി മോഡേണിസത്തിനെയും തിയേറ്ററിനെയൊക്കെ ഒരുമിച്ച് നടത്തിക്കൊണ്ടുവരുന്ന അവരുടെ റൈറ്റിങ്സിൽ ഒരുമിച്ച് കൊണ്ടുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഇവർ 3 പേരും. ഈ നമ്മൾ ചെക്കോവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫേമസ് ഒരു കോട്ട് പോലെയുണ്ട്. ചെക്കോവ് തന്നെ പറഞ്ഞതാണ്, എന്താണ്? മെഡിസിൻ ഇസ് മൈ ലോഫുൾ വൈഫ്. എന്താണ്? മെഡിസിൻ ഇസ് മൈ ലോഫുൾ വൈഫ്. നിയമപരമായ ഭാര്യ ആരാണ്? മെഡിസിൻ ആണ്. അതായത് ഫിസിഷ്യൻ ആണല്ലോ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡോക്ടറാണെന്ന് അല്ലേ? അതെൻ്റെ നിയമപരമായ ഭാര്യയാണ്. അപ്പോൾ എഴുത്തെന്താണ്? ആൻഡ് ലിറ്ററേച്ചർ ഇസ് മൈ മിസ്ട്രസ്. സാഹിത്യം എന്ന് പറയുന്നത് എൻ്റെ മുതലാളിയാണ്. ഓക്കെ, അപ്പോൾ മിസ്ട്രസ് എന്ന് പറയുന്നതും വൈഫ് എന്ന് പറയുന്നതും രണ്ടാണ് അല്ലേ? മുതലാളിയാണെന്ന്. എൻ്റെ മിസ്ട്രസ് എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ആണ്. മെഡിസിൻ ഇസ് മൈ ലോഫുൾ വൈഫ്. നിയമപരമായ ഭാര്യ എന്ന് പറയുന്നത് മെഡിസിൻ ആണെന്നാണ് ചെക്കോവ് തന്നെ ചെക്കോവിൻ്റെ 2 പ്രൊഫഷനെ കുറിച്ച്, അതായത് റൈറ്ററായിട്ടും ഫിസിഷ്യൻ ആയിട്ടുള്ള പ്രൊഫഷനെ കുറിച്ച് ചെക്കോവ് തന്നെ പറഞ്ഞ വാക്കുകളാണത്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് കഥയിലോട്ട് പോകാം. എ ഡേ ഇൻ ദ കൺട്രി ബിറ്റ്വീൻ 8 and 9 o'clock in the morning. അപ്പോൾ ഒരു ദിവസമാണ്, രാജ്യത്തിലെ ഒരു ദിവസമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബിറ്റ്വീൻ 8 and 9 o'clock in the morning. സമയം എത്ര മണിയായി? 8 മണിക്കും 9 മണിക്കും ഇടയിലുള്ള ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ ആ സമയത്ത് സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ? ഇവിടെ അതാണ് സമയം. ബിറ്റ്വീൻ 8 o'clock and 9 o'clock in the morning. A dark leaden colored mass is creeping over the sky towards the sun. അപ്പോൾ എന്താണ്? ഡാർക്ക് ലെഡൻ കളേർഡ്. ലെഡൻ എന്ന് വെച്ചാൽ EM എന്നാണ്. ലെഡ് അറിയില്ലേ? ലെഡ്. ആ കളറിലുള്ള മാസ് എന്ന് പറഞ്ഞാൽ മാസ് എന്താണ്? ഫ്ലോട്ട് ചെയ്യുന്നത്. ലൈക്ക് മഴക്കാരൊക്കെ വെക്കുമ്പോഴാണ് ഈ ക്ലൗഡ്സ് ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണുന്നത്. അപ്പോൾ EM നിറത്തിലുള്ള മാസാണ് മൂവ് ചെയ്യുന്നത്. ക്രീപ്പിംഗ് ഓവർ ദ സ്കൈ ടുവേർഡ്സ് ദ സൺ. ടുവേർഡ്സ് ദ സൺ ക്രീപ്പിംഗ് ചെയ്യുവാണ് ആകാശത്തിലോട്ട്. ദർ ഇസ് എ സൗണ്ട് ഓഫ് ഫാർ എവേ റംബ്ലിംഗ്. അപ്പോൾ നമുക്ക് കുറച്ച് മാറി ഒരു റംബ്ലിംഗ് സൗണ്ട് കേൾക്കാം. റംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ മുഴങ്ങുന്ന സൗണ്ട് കേൾക്കാം. ഇടിമുഴക്കത്തിന്റെ ഒക്കെ സൗണ്ട് അല്ലേ? എ വാം വിൻഡ് ഫ്രോളിക്സ് ഓവർ ദ ഗ്രാസ് ബെൻസ് ദ ട്രീസ് ആൻഡ് സ്റ്റിrs അപ്പ് ദ ഡസ്റ്റ്. എന്താണ്? ഒരു ചൂടുള്ള ഒരു കാറ്റ്, തണുത്ത കാറ്റല്ല, കൂൾ വിൻഡ് അല്ല പറഞ്ഞാൽ ഒരു വാം വിൻഡാണ് പറഞ്ഞാൽ. ഫ്രോളിക്സ് എന്ന് പറഞ്ഞത് എന്താണ്? പ്ലേഫുള്ളി മൂവ് ചെയ്യുന്നതിനാണ്. അപ്പോൾ കാറ്റ് മൂവ് ചെയ്യുന്നത് ചെടിയുടെ ഇലകളൊക്കെ പുല്ലൊക്കെ ഇങ്ങനെ ആടില്ലേ? ഫ്രോളിക്സ് ഓവർ ദ ഗ്രാസ്. അപ്പോൾ ആദ്യം കളി തമാശക്ക് പുല്ലിനെ ആട്ടി, പിന്നെ എന്താണ് ചെയ്യുന്നത്? ബെൻസ് ദ ട്രീസിനെ കുനിപ്പിച്ചു. അതങ്ങനെ കാറ്റ് ആടുമ്പോൾ മരം ഇങ്ങാടൊക്കെ ചരിയൊക്കെ ചെയ്യില്ലേ? അതാണ്. ആൻഡ് സ്റ്റിrs അപ്പ് ദ ഡസ്റ്റ്. ഒപ്പം മണ്ണ്, നമ്മുടെ നാട്ടിലൊക്കെ മണ്ണില്ലേ, ആ മണ്ണിനെ ഒന്ന് ഇളക്കി മറിച്ച് അങ്ങനെയാണ് ഒരു കാറ്റ് കടന്നു പോകുന്നത്. ഇൻ എ മിനിറ്റ് ദർ വിൽ ബി റെയിൻ ആൻഡ് എ റിയൽ സ്റ്റോം വിൽ ബിഗിൻ. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ സൂചനയാണ്? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. പടിഞ്ഞാറ് മഴക്കാർ വെച്ചാൽ മഴ പെയ്യും, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു സീയിങ്. അതൊക്കെ നമ്മൾ എവിടെയും പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ഇവിടെയും എന്താണ് നമ്മൾ കാണുന്നത്? പ്രകൃതി ഒരുങ്ങുകയാണ്. എന്തിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത്? ഒരു മഴയ്ക്കും ഒരു കാറ്റിനും. കൊടുങ്കാറ്റ്, സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് ബുക്കിൽ നിന്നല്ല, പ്രകൃതിയിൽ നിന്നാണ്. അപ്പോൾ എന്താണ്? ഇൻ എ മിനിറ്റ്, ഒരു മിനിറ്റിനുള്ളിൽ മഴ, ദർ വിൽ ബി റെയിൻ, മഴയുണ്ടാകും. ആൻഡ് റിയൽ സ്റ്റോം വിൽ ബിഗിൻ. ശരിക്കുള്ള ഇപ്പം കാറ്റിളകുന്നുണ്ട്, മരം കുനിയുന്നു എന്ന് പറയുമ്പോൾ
ഉദ്ദേശിക്കാലോ കാറ്റിന്റെ അത്ര ഉണ്ടെന്ന്, കാറ്റിന്റെ സ്പീഡ്. മരം താഴണ്ടേ, പിന്നെ എന്താണ്, പുല്ല് ആടണുണ്ട്, പിന്നെ എന്താണ് ഉള്ളത്, മണ്ണ് ആകാശത്ത് ഇങ്ങനെ ഇളകുന്നുണ്ട്. മണ്ണിളകുക എന്ന് പറയുന്നത് എങ്ങനെയാണ്, കാറ്റത്ത് ഇങ്ങനെ മണ്ണ് പറന്നു വരില്ലേ, അതാണ് മണ്ണിളകുന്നെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ മഴയുണ്ടാകും, നല്ലൊരു കാറ്റിന് സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൺട്രിയിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് രാവിലെ 8 മണിക്കും 9 മണിക്കും ഇടയിലാണ്. അപ്പോൾ 8 മണിക്കും 9 മണിക്കും ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സോ നമ്മൾ കഥ കണ്ടിന്യൂ ചെയ്യാണ് അല്ലേ. അപ്പോൾ രാവിലത്തെ സമയമാണ്, എന്താണ് സംഭവിക്കാൻ പോണെന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കഥയിലെ ഒരു കഥാപാത്രത്തെയാണ്. ആരാണത്? ഫോക്ല അല്ലേ. പേരൊരിത്തിരി കുഴപ്പം പിടിച്ച പേരാണ് അല്ലേ. ഫോക്ല, എ ലിറ്റിൽ ഗേൾ ഓഫ് 6 വയസ്സുള്ള പെൺകുട്ടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ പ്രായം എന്തായാലും അല്ല, നിങ്ങൾ അതിനേക്കാളൊക്കെ മൂത്തതാണ്. ഈസ് റണ്ണിങ് ത്രൂ ദ വില്ലേജ് ലുക്കിംഗ് ഫോർ ടെറൻഡി ദ കോബ്ലർ. എല്ലാവരും ഇച്ചിരി ഡിഫറെന്റ് വെറൈറ്റി നെയിമാണ്. അപ്പോൾ ഫോക്ല എന്ന് പറയുന്ന ഒരു ലിറ്റിൽ ഗേൾ ഓഫ് 6 വയസ്സുള്ള പെൺകുട്ടി ആരെ അന്വേഷിച്ചിട്ടാണ് ഓടുന്നത്? റണ്ണിങ് ത്രൂ ദ വില്ലേജ്. അപ്പൊ കുറെ ആയി അന്വേഷിച്ച് നടക്കണത്, അവിടെ ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ലുക്കിംഗ് ഫോർ ടെറൻഡി എന്നാണ് അടുത്ത ആളുടെ പേര്. കോബ്ലർ ആണ്. കോബ്ലർ ആരാണ്? ഹു ഇസ് കോബ്ലർ? കോബ്ലർ മെൻ മൈ ഷൂസ്. പഠിച്ചിട്ടില്ലേ കോബ്ലറിന്? ആരാണ്? ഷൂസ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ കോബ്ലർ എന്ന് വിളിക്കുന്നത്. അപ്പൊ കോബ്ലറിനെ അന്വേഷിച്ചിട്ടാണ് ഫോക്ല ഓടുന്നത്. ടെറൻഡി എന്നാണ് കോബ്ലറിന്റെ പേര്. ദ വൈറ്റ് ഹെഡ് ബെയർ ഫുട്ട് ചൈൽഡ് സ്പീൽ. അപ്പോൾ വെളുത്ത മുടി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു കളർ ഹെയർ ആണത്. ദ വൈറ്റ് ഹെഡ് ബെയർ ഫുട്ട് എന്ന് പറഞ്ഞാൽ കാലിൽ ചെരുപ്പൊന്നും ഇല്ലാത്ത ചൈൽഡ് സ്പീൽ എന്താ? ടയേർഡായ വിളറിയിരിക്കണ അവസ്ഥയാണ്, അതാണ് പെയിൽ എന്ന് പറയുന്നത്. അതായത് അങ്ങനെ അത്ര വലിയ പൈസ ഉള്ള വീട്ടിലൊന്നുമല്ല, ആ ഫുഡൊക്കെ കിട്ടുന്ന കാര്യമൊക്കെ കഷ്ടത്തിലുള്ള ആൾക്കാരാണ്, അതാണ് ചൈൽഡ് സ്പീൽ. ഹെർ ഐസ് ആർ വൈഡ് ഓപ്പൺ, ഹെർ ലിപ്സ് ആർ ട്രെംബ്ലിംഗ്. കണ്ണ് ഇങ്ങനെ നല്ലോണം തുറന്നു വെച്ചിട്ടുണ്ട്. ആൻഡ് ലിപ്സ് ട്രെംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ വിറക്കുന്നുണ്ട്. ഓക്കെ, ലിപ്സ് ട്രെംബിൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വിറക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കഥാപാത്രം, ഒരു കഥാപാത്രത്തെ നേരം നമ്മൾ പ്രകൃതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ കഥാപാത്രം എത്തി, ഒപ്പം ഒരു പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ടെറൻഡി എന്ന് പറഞ്ഞ പേര്. ആ പേരിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, കോബ്ലർ ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് മുഴുവൻ ഫോക്ലറിനെ കുറിച്ചിട്ടാണ്. ഐസ് വൈഡ് ഓപ്പൺ ആണ്, പെയിലാണ് ആള്, എങ്ങനെയൊക്കെയാണ്, വൈറ്റ് ഹെയർ ആണ്, എല്ലാം കുറച്ചൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് നമുക്ക് ആളെക്കുറിച്ച്, ഫിസിക്കൽ അപ്പിയറൻസ് ആളെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അങ്കിൾ, വേർ ഇസ് ടെറൻഡി? ഷി ആസ്ക് എവ്രിവൺ ഷി മീറ്റ്സ്. കാണുന്ന എല്ലാവരോടും ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്, അങ്കിൾ വേർ ഇസ് ടെറൻഡി. എല്ലാ മനുഷ്യരോടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ടെറൻഡി എവിടെയാണ്. ടെറൻഡി അങ്കിളാണേ കോബ്ലർ. നോ വൺ ആൻസേഴ്സ്. ആരും മറുപടി പറയുന്നില്ല. മനസ്സിലായല്ലോ? ഒരു കുഞ്ഞു കൊച്ച്, 6 വയസ്സുള്ള ഒരു കൊച്ചാന്ന് ഓർക്കണം. ആ കൊച്ച് ഓടി നടന്നിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്, ടെറൻഡി അങ്കിൾ എവിടെയാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ കാണുന്നവരെയും ആ കൊച്ച് അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അങ്കിൾ എവിടെയാണ് ടെറൻഡി എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആരും ഉത്തരം പറയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഉത്തരം പറയാത്തത്? റീസൺ ഉണ്ട് താഴെ. They are all preoccupied with the approaching storm and take refuge in their huts. എന്താണ് നമ്മുടെ കാലാവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ കണ്ടതാണ്. എന്താണ്? നല്ല മഴയും നല്ല കൊടുങ്കാറ്റും വരുന്നുണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ പ്രീഓക്യുപ്പൈഡ് ആണ്. ദേ ആർ ഓൾ പ്രീഓക്യുപ്പൈഡ് എന്ന് പറഞ്ഞാൽ ആ കാറ്റിന്, ആ മഴക്ക് മുമ്പ് വീട്ടിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. പ്രീഓക്യുപ്പൈഡ് വിത്ത് ദ അപ്രോച്ചിങ് സ്റ്റോം. ആ സ്റ്റോം വരാൻ റെഡി ആവുകയാണ്. അപ്പോൾ ഇവര് എന്താ ചെയ്യുന്നത്? അതിനു മുമ്പ് ടേക്ക് റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭയാർത്ഥിയാണ് എന്നാണ് അർത്ഥം. ഇവിടെ വീടിൻ്റെ ഉള്ളിൽ കയറണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരവരുടെ വീട്ടിൽ കയറണം അതിന് മുമ്പ് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവർക്ക് അതിൻ്റെ വീട്ടിനുള്ളിൽ എങ്ങനെയെങ്കിലും കയറി കിട്ടണം, അഭയം വേണ്ടി. അറ്റ് ലാസ്റ്റ് ഷീ മെറ്റ് ടെറൻഡീസ് ബോസം ഫ്രണ്ട്. അവസാനം ആര് കണ്ടു? ഫോക്ല. ആരെയാണ് കണ്ടത്? ടെറൻഡീസ് ബോസം ഫ്രണ്ട്. ബോസം എന്ന വാക്കും ഫ്രണ്ട് എന്ന വാക്കും ഒരുമിച്ച് വായിക്കണം കേട്ടോ. ഒരുമിച്ച് വായിക്കണം എന്ന് വെച്ചാൽ ഈ വേർഡിന്റെ ഒറ്റക്കെടുത്ത മീനിങ് എന്താണെന്ന് അറിയോ? ബോസം എന്ന് വെച്ചാൽ മാറിടം എന്നാണ് അർത്ഥം. ഓക്കെ, മദേഴ്സ് ചെസ്റ്റ്, ബ്രസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാറിടം എന്നാണ് അർത്ഥം. ബോസം എന്ന വേർഡ് ഒറ്റക്കെടുത്ത് കഴിഞ്ഞാൽ. ബോസം ഫ്രണ്ട് എന്ന് എടുത്തു കഴിയുമ്പോൾ അർത്ഥം എന്താണെന്ന് അറിയോ? ഉറ്റ സുഹൃത്ത് എന്നാണ്. മിസ് പറയാറില്ലേ, ഇംഗ്ലീഷ് ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. സി, ബോസം എന്ന് മാത്രം പറഞ്ഞാൽ മാറിടം എന്നാണ് അർത്ഥം. ബോസം ഫ്രണ്ട് ആയപ്പോൾ വേർഡ് മീനിങ് തന്നെ ഉറ്റ സുഹൃത്ത് എന്നാ.
മനസ്സിലായോ? അപ്പോൾ ടെറൻറ്റിയുടെ ഉറ്റ സുഹൃത്തിനെ, ഈ വേർഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു പോം പഠിച്ചപ്പോൾ അല്ലേ, നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് മിസ് ആ വേർഡ് എടുത്ത് പറയാൻ കാരണം. ബോസം ഫ്രണ്ട് എന്ന് പറയുന്നത് ഉറ്റ സുഹൃത്താണ്. അപ്പോൾ ആരെയാണ് കാണുന്നത്? ടെറൻറ്റീസ് ബോസം ഫ്രണ്ട്. അപ്പോൾ ഗേള് ഓടി 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 അവസാനം ടെറൻറ്റിയുടെ ഉറ്റ ചങ്ങാതിനെ കണ്ടുമുട്ടി. അങ്കിൾ, വേർ ഇസ് ടെറൻറ്റി? സെയിം ചോദ്യമാണ്, വ്യത്യാസമൊന്നുമില്ല. അങ്കിൾ, എവിടെയാണ് ടെറൻറ്റി എന്നാണ് ചോദിക്കുന്നത്. അറ്റ് ദ കിച്ചൺ ഗാർഡൻസ് ആൻസേഴ്സ് ഹി. എന്താണ്, എവിടെയുണ്ട്? കിച്ചൺ ഗാർഡൻ, അതായത് പച്ചക്കറി തോട്ടം, കൃഷി ചെയ്യേണ്ട അടുക്കള ഭാഗത്ത്, അവിടെയുണ്ട് ടെറൻറ്റി എന്ന് ഉത്തരം പറയുന്നുണ്ട്. സോ അറ്റ് ലാസ്റ്റ് ദർ ഇസ് എ പേഴ്സൺ ഹു ആൻസേഴ്സ് അല്ലെ. അവസാനം ഇത്രയും പേരോട് ചോദിച്ചിട്ട് ആരും മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ട്, കിച്ചൺ ഗാർഡൻ്റെ അവിടെ ഉണ്ട് എന്നുള്ള മറുപടി കിട്ടിയിട്ടുണ്ട് അല്ലേ. The girl runs behind the huts to the kitchen gardens and there finds Terendi, the tall old man with a thin, pock-marked face, very long legs and bare feet, dressed in a woman's tattered jacket, standing near the vegetable plots, looking with drowsy eyes at the dark storm cloud. ഭയങ്കര വലിയ സെന്റൻസ് ആയിരുന്നു അല്ലേ. എന്തായിരുന്നു? The girl runs behind the house. നമുക്കറിയാം കിച്ചൺ ഗാർഡൻ എന്ന് പറയുമ്പോൾ എപ്പോഴും വീടിന്റെ മുൻവശത്താണ് ഉണ്ടാവണം. ഏത് വശത്താണ് ഉണ്ടാവണം? ബാക്കിലായിരിക്കും. അതാണ് റൺസ് ബിഹൈൻഡ് ദ ഹട്ട്സ്. വീടിന്റെ കുടിലിന്റെ ഒക്കെ പുറകില്, വലിയ കൊട്ടാരമൊന്നുമല്ല, കുടിലാണേ. ഹട്ട്സ് ടു ദ കിച്ചൺ ഗാർഡൻസ്. അവിടെ ഓടി പോയി ആരെ കണ്ടുപിടിച്ചു? ആൻഡ് there finds ടെറൻറ്റി. ടെറൻറ്റിനെ കണ്ടുപിടിച്ചു. അപ്പൊ ഇനി ടെറൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്. ഹൗ ഹി ലുക്ക് ലൈക്ക്. ദ ടോൾ ഓൾഡ് മാൻ വിത്ത് എ തിൻ. അപ്പോൾ ടോളാണ്, നല്ല പൊക്കമുണ്ട്, നല്ല പൊക്കമുള്ള ആളാണ്. വിത്ത് എ തിൻ പോക്ക് മാർക്ക് ഫേസ്. പോക്ക് മാർക്ക് ഫേസ് എന്താ? ഈ മുഖത്തൊക്കെ ഇങ്ങനെ കുഴിയും ഒക്കെ ഉണ്ടാവില്ലേ ചില ആൾക്കാർക്ക്. ഇത് ഇത്തിരി ഏജ് ആകുമ്പോൾ ശരിക്കും നമ്മുടെ സ്കിന്നൊക്കെ വേറെ ഒരു ടൈപ്പ് ആവും. അപ്പോൾ ഇങ്ങനെ കുഴി പോലെയൊക്കെ വരും. അങ്ങനെ അതാണ് പോക്ക് മാർക്ക് ഫേസ്. വെരി ലോങ് ലെഗ്സ്, ഭയങ്കര നീളമുള്ള കാല്. ആൻഡ് ബെയർ ഫിറ്റ്, ഇവിടെയും ബെയർ ഫിറ്റ് ആണ്, കാലിൽ ചെരുപ്പൊന്നുമില്ല. ഡ്രസ്ഡ് ഇൻ എ വുമൺസ് ടാറ്റേർഡ് ജാക്കറ്റ്. ഒരു വുമൺ, അതായത് ഒരു സ്ത്രീ ധരിക്കുന്ന ടാറ്റേർഡ് ജാക്കറ്റ് എന്താണെന്നറിയോ? ടാറ്റേർഡ് എന്ന് വെച്ചാൽ കീറി തുടങ്ങിയ, പഴകി തുടങ്ങിയ എന്നൊക്കെ അർത്ഥമാണ്. ടാറ്റേർഡ് ജാക്കറ്റ് is സ്റ്റാൻഡിങ് നിയർ ദ വെജിറ്റബിൾ പ്ലോട്ട്സ്. അപ്പോൾ ഈ പച്ചക്കറി കൃഷിയുടെ അവിടെ നിൽക്കുവാണ്. എവിടെ നോക്കിയാണ് നിൽക്കുന്നത്? ലുക്കിംഗ് വിത്ത് ഡ്രൗസി ഐസ്. ഡ്രൗസി എന്ന് വെച്ചാൽ എന്താ? ടയേർഡാണ്. ഡ്രൗസി ഐസ് ഒരു മയക്കം വന്ന ഒരു കണ്ണുകൾ എന്നർത്ഥം. അറ്റ് ദ ഡാർക്ക് സ്റ്റോം ക്ലൗഡ്. എന്തിനെ നോക്കി നിൽക്കുന്നത്? മഴക്കാര് നോക്കിയാണ് നിൽക്കുന്നത്. ഓൺ ഹിസ് ലോങ് ക്രെയിൻ ലൈക്ക് ലെഗ്സ് ഹി സ്വേസ് ദ വിൻഡ്. അപ്പോൾ ക്രെയിൻ ലൈക്ക്, ക്രെയിൻ എന്താ? കൊക്കിനെ പോലെ നീണ്ട കാല, ഭയങ്കര നീണ്ട കാലാണ്. അപ്പോൾ ഭയങ്കര പൊക്കമുള്ള മനുഷ്യനാണ്. അപ്പോൾ ലോങ് ഓൺ ഹിസ് ക്രെയിൻ ലൈക്ക് ലെഗ്സ് ഹി സേസ് ദ വിൻഡ്. സേസ് എന്ന് പറഞ്ഞാൽ കാറ്റിങ്ങനെ ആടി പോകുന്നുണ്ട്. കാരണം ഓൾറെഡി ഒരു ജാക്കറ്റ് ആണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാറ്റാടുമ്പോൾ നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ട്. Uncle Terenty, the white-headed girl addresses him. Uncle darling. എന്താ വിളിക്കുന്നേ? ആദ്യം വിളിച്ചു അങ്കിൾ ടെറൻറ്റി. അപ്പോൾ പെൺകുട്ടി അങ്കിളിനെ വിളിക്കുകയാണ്. അതിന് അങ്കിൾ ഡാർലിംഗ് എന്തായിരിക്കും? സോപ്പാണ് അല്ലേ? എന്തെങ്കിലും കാര്യം നേടാനുണ്ടാവും. അങ്ങനെയാണല്ലോ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പോൾ അങ്കിൾ ഡാർലിംഗ്. Terenty bends down to Folkla and his grim face is overspread with a smile such as come into people's faces when they look at something little foolish and absurd but warmly loud. ലോങ് സെന്റൻസസ് ആണ്. ആക്ച്വലി നിങ്ങളുടെ സ്റ്റാൻഡേർഡും 8ാം ക്ലാസ് അല്ലേ, അപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഇത്തിരി ഹൈ ആയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് കോംപ്ലെക്സ് സെന്റൻസസ് ഒക്കെ എന്തായാലും മനസ്സിലാക്കാൻ പറ്റണം. ടെറൻറ്റി ബെൻസ് ഡൗൺ ടു ഫോക്ല. എന്താണ്? കുനിഞ്ഞു. നല്ല പൊക്കമല്ലേ, ആള് 6 വയസ്സുള്ള പെൺകുട്ടിയല്ലേ, അപ്പോൾ കുനിയുന്നു. എന്നിട്ട് ഹിസ് ഗ്രിം ഫേസ്. ഗ്രിം എന്താ? ആക്ച്വലി ഒരു മ്ലാനതയുള്ള മുഖമാണ്, ഒരു ദുഃഖമൊക്കെ ഉള്ള ഒരു മുഖമാണ്. ഗ്രിം ഫേസ് ഇസ് ഓവർ സ്പ്രെഡ് വിത്ത് സ്മൈൽ. അപ്പോൾ ആ മ്ലാനമായ മുഖത്ത് എന്താണ്? ഒരു പുഞ്ചിരി വിടർന്നു. such as to come into people's faces. എങ്ങനെയാണ് അത്? ചില ആൾക്കാരെ കാണുമ്പോൾ വരും. എങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ? ലിറ്റിൽ, കുഞ്ഞാൾക്കാർ. ഫൂളിഷ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ കയ്യിലുള്ള. ആൻഡ് അബ്സേർഡ് എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്രിയേറ്റ് ആണ്. ബട്ട് വാംലി ലൗഡ്. അങ്ങനെയുള്ള കുഞ്ഞു കുട്ടിത്തരവും ഇത്തിരി പൊട്ടത്തരവും ഒക്കെ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന അതേ പുഞ്ചിരിയാണ് ടെറൻറ്റിയുടെ മുഖത്ത് ഉണ്ടായത്. നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, നിങ്ങൾ അങ്ങനെ ഒരാളെ കാണുന്നു, നിങ്ങൾ അങ്ങനെ ഒരു പുഞ്ചിരി വരുന്നു. അപ്പോൾ മ്ലാനമായ മുഖം പുഞ്ചിരി വന്ന് ഭംഗിയുള്ളതായി അല്ലേ. അപ്പോൾ ടെറൻറ്റി കുനിയണം, കാരണം ടെറൻറ്റിക്ക് നല്ല പൊക്കമാണ്, ഫോക്ലക്ക് പൊക്കം ഇല്ലാത്തത് കൊണ്ടിട്ട് കുനിഞ്ഞിട്ടാണ് ആള് ചെയ്യുന്നത്. ചിരിച്ചു അല്ലേ. ഫോക്ല, he says, lisping tenderly. Where have you come from? എന്താണ് പറയുന്നത്? പറ. ഓക്കെ. കണ്ടവൻ ഭയങ്കര സന്തോഷമാണ്, കാരണം എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്.
എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്ട്രോങ് ഇമോഷൻസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഫോക്ല ഹി സേസ് ലിസ്പിംഗ് ടെൻഡർലി. ലിസ്പിംഗ് എന്ന് പറഞ്ഞാൽ ചുണ്ട് കൊണ്ട് സംസാരിക്കുമ്പോൾ ചില സൗണ്ട് ക്ലിയർ ആവില്ല. ചില സൗണ്ട് എന്ന് വെച്ചാൽ ഇസഡ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഥ് എന്നൊക്കെ അങ്ങനത്തെ, അതാണ് എസും ഇസഡും ഒക്കെ ഒരു വേറൊരു ടൈപ്പ് പ്രൊനൗൺസിയേഷൻ ഒക്കെ വരും. ടെൻഡർലി പതുക്കെയാണ് സംസാരിക്കുന്നത്. വേർ ഹാവ് യു കം ഫ്രം, എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാരണം 8 മണിക്ക് 9 മണിക്കുള്ള സമയത്താണ് ഓടി അങ്കിളിനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ, എവിടെ നിന്നാ വരുന്നത്. അങ്കിൾ ടെറൻറ്റി സേസ് ഫോക്ല വിത്ത് എ സോബ്. എന്താണ് പിന്നെ അങ്കിൾ എന്ന് വിളിക്കുന്നുണ്ട്. അങ്കിൾ ടെറൻറ്റി സേസ് ഫോക്ല വിത്ത് എ സോബ്. സോബ് എന്താ? കരച്ചിൽ. ഒരു ചെറിയ കരച്ചിലോടുകൂടി അങ്കിളിനെ വിളിക്കുകയാണ്. ബ്രദർ ഡാനിൽക്ക ഹാസ് ഹാഡ് ആൻ ആക്സിഡന്റ് കം അലോങ്. എന്താണ്? ബ്രദർ ഡാനിൽക്ക. അടുത്ത ആളെത്തി. ബ്രദർ ഡാനിൽക്കയാണ് നമ്മുടെ അടുത്ത ക്യാരക്ടർ. ബ്രദർ ഡാനിൽക്കൊക്കെ എന്ത് പറ്റി? ഹാസ് ഹാഡ് ആൻ ആക്സിഡന്റ്. ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു, ഒരു അപകടം പറ്റിയിട്ടുണ്ട്. അപ്പൊ കമ്മലോൺ, വാ വേഗം വാന്ന്, എന്റെ കൂടെ വാന്ന്, കമ്മലോൺ. അപ്പോൾ കൂടെ വിളിക്കാനെന്ന്. അപ്പൊ അതിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഓടി വന്നേക്കണം അല്ലേ. അപ്പൊ ബ്രദർ ഡാനിൽക്കൊക്കെ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, അപ്പൊ എന്റെ കൂടെ വേഗം വരാനാണ് പറയുന്നത്. വാട്ട് സോർട്ട് ഓഫ് ആക്സിഡന്റ്? എന്ത് തരത്തിലുള്ള അപകടം? ഈ ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി കൂട്ടി മുട്ടുന്നതിന് മാത്രമല്ല കേട്ടോ ആക്സിഡന്റ് എന്ന് പറയുന്നത്. ചെറിയ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന അപകടങ്ങൾക്കും നമ്മൾ ആക്സിഡന്റ് എന്ന് തന്നെയാണ് പറയുന്നത്. സോ വാട്ട് സോർട്ട് ഓഫ് ആക്സിഡന്റ് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് ചോദിച്ചു കഴിഞ്ഞോണ്ട് ഓ വാട്ട് തണ്ടർ. എന്താണ്? അപ്പോൾക്കും ഇടിവെട്ടി. അതാണ് ഓ വാട്ട് തണ്ടർ, എന്തൊരു ഇടിമുഴക്കമാണെന്നാണ് പറയുന്നത്. ഹോളി 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 വാട്ട് സോർട്ട് ഓഫ് ആക്സിഡന്റ്. അപ്പൊ ഓൾറെഡി അത് ആദ്യം ചോദിക്കുന്നുണ്ട്, വാട്ട് സോർട്ട് ഓഫ് ആക്സിഡന്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇടി മുഴങ്ങുന്നത്. അപ്പൊ എന്താണ്? ഓ വാട്ട് തണ്ടർ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഹോളി ഹോളി ഹോളി, ഓ ദൈവമേ 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 എന്നുള്ള പോലെ വാട്ട് സോർട്ട് ഓഫ് ആക്സിഡന്റ്, എന്ത് തരത്തിലുള്ള അപകടമാണ് പറ്റിയെന്നാണ് ചോദിക്കുന്നത്. സോ ഹീസ് ടെൻസ്ഡ് അല്ലെ. കുട്ടികളുടെ കാര്യത്തിൽ ഇത്തിരി എന്താണ് കെയറൊക്കെ ഉള്ള ആളാണ്, അതുകൊണ്ടിട്ടാണ് ടെൻഷൻ പോലെ ചോദിക്കുന്നത്. ഓ വാട്ട് സോർട്ട് ഓഫ് ആക്സിഡന്റ്, എന്ത് അപകടമാണ് പറ്റിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. In the count's corpse, Danilka stuck his hand into a hole in a tree and he can't get it out. Come along, uncle. Do be kind and pull his hand out. എന്താണ്? In the count's corpse. ഇതാണ് count's corpse എന്ന് പറഞ്ഞാൽ. എന്താണ് count's corpse എന്ന് പറഞ്ഞാൽ? ആക്ച്വലി മീനിങ് എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പ് ഓഫ് ട്രീസ് ആണ്. ഗ്രൂപ്പ് ഓഫ് ട്രീസ്. അപ്പൊ അതിന്റെ അവിടെ പോയിട്ട് എന്ത് ചെയ്ത്, കൈ അവിടെ കൊണ്ടിട്ട് ഒരു ഹോളിലിട്ട്, മരത്തിന്റെ ഹോളിലിട്ട് കൈ ഇട്ട് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? ആൻഡ് ഹി കാൺറ്റ് ഗെറ്റ് ഇറ്റ് ഔട്ട്. തിരിച്ച് കൈ എടുക്കാൻ പറ്റുന്നില്ല. മനസ്സിലായല്ലോ? കുരുത്തക്കേടാ അല്ലെ? കുരുത്തക്കേടെന്നല്ലേ നമ്മുടെ ഭാഷയിലെ പറയാ. കൈ മരത്തിന്റെ ഹോളിൽ കൊണ്ടിട്ടിട്ട് ഇപ്പൊ കൈ പുറത്തോട്ട് എടുക്കാൻ പറ്റുന്നില്ല. കം അലോൺ അങ്കിൾ, ഡു ബി കൈൻഡ് ആൻഡ് പുൾ ഹിസ് ഹാൻഡ് ഔട്ട്. ഒന്ന് വന്നേ അങ്കിളെ, എന്തിനാ? കുറച്ച് ദയ കാണിക്കുക, എന്നിട്ട് അവന്റെ കൈ പുറത്തോട്ട് വലിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. കം അലോൺ അങ്കിൾ, ഡു ബി കൈൻഡ്, ഇച്ചിരി കരുണ കാണിക്കാൻ, അതാണ് ഉദ്ദേശം. ആൻഡ് പുൾ ഹിസ് ഹാൻഡ് ഔട്ട്, എന്നിട്ട് കൈ വലിച്ചെടുക്കൂ എന്നാണ് ആര് പറയുന്ന? ഫോക്ല പറയുന്നത്. How was it he put his hand in? What for? How was it he put his hand in? എന്തിനാണ് അല്ലെ? കൈ എങ്ങനെ അതിന്റെ ഉള്ളിൽ പോയി എന്ന് തന്നെയാണ് ചോദിക്കുന്നത് അല്ലെ. കൈ മരത്തിന്റെ ഉള്ളിലോട്ട് തന്നെ പോകും. വാട്ട് ഫോർ, എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെയാണ് കൈ അതിന്റെ അകത്ത് പോയത്? എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിക്കുന്നത്. He wanted to get a cuckoo's egg out of the hole for me. ഇതാണ് കുക്കു. കുക്കുവിന്റെ പിക്ചർ കാണുമ്പോൾ കുറേ പിക്ചേഴ്സ് ഗൂഗിളിലുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുക്കൂസ് എന്തായാലും ഉണ്ട്. He wanted to get a cuckoo's egg out of the hole for me. അപ്പൊ ആ ഹോളിന്റെ ഉള്ളില്, മരത്തിന്റെ ആ ഹോളിന്റെ ഉള്ളില് കുക്കു മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. കുക്കു ആരാണ്? കുയില് അല്ലെ. കുയില് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മുട്ട എടുക്കാൻ വേണ്ടിയിട്ടാണ് കൈയിട്ടിരിക്കുന്നത്. The day has hardly begun and already you are in trouble. Terendy shook his head. ഓ, ഒരു ദിവസം ആരംഭിച്ചിട്ട് കുറച്ചായുള്ളൂ അല്ലെ. 8 മണി തുടങ്ങി 9 മണി എന്ന് പറയുമ്പോൾ രാവിലെ ആയിട്ടുള്ളല്ലോ. അതിന് മുമ്പേ കുഴപ്പത്തിലായോ? The day has hardly begun. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാനായേ ഉള്ളൂ, അതിനു മുമ്പ് തന്നെ കുഴപ്പത്തിൽ പെട്ടോന്നാണ് ചോദിക്കുന്നത്. ടെറൻഡി shook his head. അപ്പൊ തല കുലുക്കി. കൊള്ളാം എന്നുള്ള അർത്ഥത്തില് അല്ലെ. രാവിലെ ഒന്ന് ആയതേ ഉള്ളൂ, അതിനു മുമ്പ് കുഴപ്പം എന്താണ് വയ്യാവേലി വലിച്ചു കയറ്റിയാന്നൊക്കെ ചോദിക്കില്ലേ, അതേപോലെ തന്നെ ഇവിടെ അത് തന്നെയാണ്, തല കുലുക്കി. അപ്പൊ മേ ബി 2 എണ്ണത്തിന് ഇത് തന്നെ ആയിരിക്കും പണി അല്ലെ. സ്ഥിരമായിട്ട് ഇതാണ് പണി. നമ്മളോട് ഇന്നത്തെ ഒരു ദിവസത്തെ കഥ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ എന്തായാലും ആ തല കുലുക്കിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാര്യം അതാണ്. കുർത്തക്കേടൊക്കെ അത്യാവശ്യം ചെയ്യുന്ന ടീംസ് ആണ്. Terendy comes out of the kitchen garden and begins strolling down the village street. അപ്പോൾ ടെറൻഡി കിച്ചൺ ഗാർഡനിൽ നിന്ന് പുറത്തോട്ട് വരും.
and begins strutting down the village street. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. എന്താ കാര്യം? നമ്മളെ കാത്ത് ആരുണ്ട് നിൽപ്പുണ്ട് അവിടെ? ഡാനിൽക്ക നിൽപ്പുണ്ട്. എവിടെയാണ്? കുറേ ദൂരെയാണ് അല്ലേ? ഹി വാക്സ് ക്വിക്ലി വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ഓർ ലുക്കിംഗ് ഫ്രം സൈഡ് ടു സൈഡ്. അപ്പോൾ വേഗം വേഗം നടക്കുവാണ്. ക്വിക്ലി എന്ന് പറഞ്ഞ സ്പീഡിൽ നടക്കുവാണ്. വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, നിർത്തുന്നില്ല. അതുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കി സമയമൊന്നും കളയുന്നില്ല. ഫോക്ലർ can hardly keep up with him. എന്താണ്? 6 വയസ്സുള്ള പെൺകുട്ടിയാണ് ഫ്രണ്ടിൽ നടക്കുന്നത്. ഒരു പ്രായമുള്ള ആളാണ്. അതും അയാൾ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലോങ് ലെഗ്സ് ഉണ്ടെന്ന് അല്ലേ? ലോങ് ലെഗ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും നീളമുള്ള കാലം വെച്ചിട്ട് അയാൾ നടക്കുമ്പോൾ ഇവിടെ ഒരാൾ നടന്നു ചെല്ലാൻ പാടുപെടും അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഫോക്ലർ can hardly keep up with him. ഫോക്ലർക്ക് ഒപ്പം നടക്കാൻ എത്തുന്നുണ്ടായിരുന്നില്ല. The clouds have by now covered by the sun and soon afterwards there is not a speck of blue left in the sky. അപ്പോൾ എന്താണ്? ഇപ്പോൾ സൂര്യനെ 8 മണി 9 മണി എന്ന് പറയുമ്പോൾ സൂര്യനുണ്ട് അല്ലേ? ആ സമയം ഇപ്പൊ സൂര്യൻ ആര് കവർ ചെയ്തു? കംപ്ലീറ്റ്ലി കവർ ചെയ്തു. ആര്? ക്ലൗഡ്സ്, മേഘങ്ങൾ വന്ന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് സൂൺ ആഫ്റ്റർവേർഡ്സ് there is not a speck of blue left in the sky. അപ്പൊ തന്നെ എന്ത് മനസ്സിലായി? ആ ആകാശത്തിൽ ഒരു നീല പൊട്ട് പോലും, സ്പെക്ക് എന്ന് പറയുമ്പോൾ പൊട്ടാണ്, ഒരു ടൈനി സ്പോട്ട് പോലും നമുക്ക് കാണാൻ പറ്റില്ലെന്നർത്ഥം. ആകാശം കറുത്തിരുണ്ടു എന്നാണ് അർത്ഥം. ഓക്കെ, നോട്ട് ഈവൺ എ സ്പെക്ക് ഓഫ് ബ്ലൂ ലെഫ്റ്റ് ഇൻ ദ സ്കൈ. ആകാശത്തിൽ ഒരു നീല സ്പോട്ട് പോലും കാണാനില്ലായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഇരുട്ടായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഗ്രോസ് ഡാർക്ക്. അപ്പൊ രാവിലെ 8 മണി 9 മണി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഭയങ്കരമായിട്ട് ഇരുട്ടായി. ഇറ്റ് ഗ്രോസ് ഡാർക്ക്. മനസ്സിലായാലോ? ഭയങ്കര ഇരുട്ടായി ആ സമയമായപ്പോഴേക്കും. ഹോളി 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 വിസ്പേഴ്സ് ഫോക്ലർ ഹറിങ് ആഫ്റ്റർ ടെറൻഡി. അപ്പൊ ഇത് കോമൺലി അവരുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണെന്ന് തോന്നുന്നത്. നമ്മ അയ്യോ ദൈവമേ എന്നൊക്കെ വിളിക്കണ പോലെ ആയിരിക്കും. ഹോളി 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 എന്ന് പറയുന്നുണ്ട്. വിസ്പേഴ്സ് ഫോക്ലർ പതുക്കെയാണ് പറയുന്നത്. വിസ്പേഴ്സ് എന്ന് പറയുന്നതാണ് പതുക്കെ പറയുന്നത്. ഹറിങ് ആഫ്റ്റർ ടെറൻഡി, ഓടുകയാണ്, ടെറൻഡിയുടെ പുറകെ ഓടി പോണ്ടാണ് പറയുന്നത്. ദ ഫസ്റ്റ് റെയിൻ ഡ്രോപ്സ് ബിഗ് ആൻഡ് ഹെവി ലൈ dark dots on the dusty road. ചിലപ്പോൾ എന്തായിരിക്കും എന്നറിയോ പറഞ്ഞേ? മഴ പെയ്തു. ദ ഫസ്റ്റ് റെയിൻ ഡ്രോപ്പ്, ആദ്യത്തെ മഴത്തുള്ളി പെയ്തു. അതും ബിഗ് ആയിരുന്നു, ഹെവി ആയിരുന്നു. ലൈ ഡാർക്ക് ഡോട്ട്സ് ഓൺ ദ ഡസ്റ്റി റോഡ്. അപ്പോൾ ആദ്യത്തെ മഴ പെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഡസ്റ്റി എന്താണ്, പൊടിയായിട്ട് കിടക്കുന്ന റോട്ടിൽ അത് പെയ്യുമ്പോൾ നമുക്ക് ആ ഡാർക്ക് സ്പോട്ട് ആവില്ലേ? അവിടെ മാത്രം വേറൊരു ഇതാവില്ലേ? നിങ്ങൾ ഒന്നിട്ട് ഉണങ്ങിയ മണ്ണിൽ കൊണ്ട് വെള്ളം ഒഴിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഡാർക്ക് സ്പോട്ട് വരും. A big drop falls on Folklar's cheek and glides like a tear down her chin. അപ്പോൾ ഒരു മഴത്തുള്ളി ചിന്നിൽ വീണു. ചിന്നിൽ വീഴുമ്പോൾ ഇങ്ങനെ ഒഴുകി ഇറങ്ങി. ഗ്ലൈഡ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒഴുകി ഇറങ്ങി. നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണി ഇവിടെ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകി വരില്ലേ? സെയിം വേ മഴത്തുള്ളി വന്നിട്ട് അങ്ങനെ ഒഴുകി ഇറങ്ങി എന്നാണ് പറയുന്നത്. ടിയർ ഡൗൺ എ ചിൻ, താഴത്തോട്ട് ഇറങ്ങി. The rain has begun, mutters the cobbler. എന്താണ്? മഴ തുടങ്ങി. ആരാണ് പറയുന്നത്? കോബ്ലർ ആണ് പറയുന്നത്. മട്ടർ എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുന്നു. മട്ടേഴ്സ് കോബ്ലർ അല്ലെ? പിറുപിറുത്തുകൊണ്ട് പറയുന്നുണ്ട്. ദാറ്റ്സ് ഫൈൻ ഫോക്ലർ ലിറ്റിൽ ഗേൾ. എന്നിട്ട് അയാള് ആ പെൺകുട്ടിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, മഴയല്ലേ. The grass and the trees are fed by the rain as we are by the bread. എന്താണ്? ഈ പുല്ലും മരവും ഒക്കെ മഴ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വെള്ളം വേണ്ടേ? അപ്പൊ നമ്മൾ ബ്രെഡ് കഴിക്കുന്ന പോലെ തന്നെയാണ് അവർക്ക് മഴ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ആൻഡ് ആസ് ഫോർ ദ തണ്ടർ ഡോണ്ട് യു ബി എഫ്രൈഡ് ലിറ്റിൽ ഗേൾ. എന്താണ്? ഇടിവെട്ട് കണ്ട് അല്ലെങ്കിൽ ഇടിമുഴക്കം കേട്ടിട്ട് പേടിക്കണ്ട കേട്ടോ ലിറ്റിൽ ഗേൾ എന്നാണ് പറയുന്നത്. വൈ ഷുഡ് ഇറ്റ് കിൽ എ ലിറ്റിൽ തിങ് ലൈക്ക് യു. ഓ, നിന്നെ പോലെ ഒരു കുഞ്ഞു സാധനത്തിനാ ഇടിമുഴക്കം എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കണം, അല്ലെങ്കിൽ കൊല്ലണത് എന്തിനാണെന്ന്. അപ്പൊ പേടിക്കണ്ടെന്ന് ആശ്വസിപ്പിക്കുകയാണ്. കാരണം മഴയുണ്ട്, ഇടിവെട്ടുണ്ട്, അപ്പൊ എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പേടിയൊന്നും വേണ്ടെന്നാണ് കോബ്ലർ പറയുന്നത്, ടെറൻഡി പറയുന്നത്. As soon as the rain begins, the wind drops. അപ്പോൾ മഴ തുടങ്ങി അല്ലെ? മഴ തുടങ്ങിയപ്പോൾ വിൻഡും ഉണ്ട്. The only sound is the patter of rain dropping like fine shoot on the young rye and the parched road. അപ്പോൾ എന്താണ്? ആകെ ഒരു ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. The patter of rain, pitter patter rain drops. കേട്ടിട്ടുണ്ടോ? അപ്പോൾ പിറ്റർ പാറ്റർ റെയിൻ ഡ്രോപ്സ്, ആ മഴത്തുള്ളിയുടെ വീഴുന്ന സൗണ്ടിനെയാണ് പിറ്റർ പാറ്റർ എന്ന് പറയുന്നത്. ഓഫ് റെയിൻ ഡ്രോപ്പിംഗ് ലൈക്ക് എ ഫൈൻ ഷോട്ട് ഇങ്ങനെ വീഴുന്ന പോലെ ആ സൗണ്ട് കേൾക്കാം. ഓൺ ദ യങ് റൈ. ഈ യങ് റൈ എന്ന് പറയുന്നത് ഒരു സെറിയലാണ്. അപ്പം നമ്മൾ സാധാരണ പറയണ പോലെ സെറിയൽസ് ആണ് യങ് റൈ എന്ന് പറയുന്നത്. റൈ, ഓക്കെ, റൈ ഒരു സെറിയലാണ്. അപ്പോൾ ആ സെറിയൽസിന്റെ പുറത്ത് ഇത് വീഴുമ്പോൾ, മഴ വീഴുമ്പോൾ ഉള്ള ആ സൗണ്ട് കേൾക്കാം. പിന്നെ പാർച്ച് റോഡ് എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയുള്ള റോഡ്. നമുക്കറിയാം എല്ലാ റോഡിലും അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. സോ പാർച്ച് റോഡ് എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയുള്ള റോഡാണ്. അപ്പോൾ അതിൻ്റെ പുറത്തും വീഴുമ്പോൾ ഉള്ള സൗണ്ട് നല്ല വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും.
വി ഷാൽ ഗെറ്റ് സോക്ഡ് ഫോക്ല മട്ടേഴ്സ് ടെറൻഡി. അപ്പോൾ നമ്മൾ സോക്ക് എന്ന് പറയുന്നത് എന്താ, നനഞ്ഞ് കുതിരും, അതിനാണ് സോക്ക് എന്ന് പറയാം. മുക്കി വെക്കുക, വെള്ളത്തിൽ സോക്കിയോ ഡ്രസ് എന്ന് പറയുമ്പോൾ മുക്കി വെക്കുക എന്നാണ്. അപ്പോൾ മഴയത്ത് മുങ്ങി കുളിക്കും എന്നാണ്. വി ഷാൽ ഗെറ്റ് സോക്ഡ് ഫോക്ല മട്ടേഴ്സ് ടെറൻഡി. ടെറൻഡി പിന്നെയും പെറുവിടുക്കണം എന്താണ്, മഴ നമ്മളെ നനഞ്ഞ് കുതിർത്തും എന്നാണ് പറയുന്നത്. there won't be a dry spot left on us. നമ്മുടെ ശരീരത്തിൽ ഒരു ഉണങ്ങിയ ഭാഗം ഉണ്ടാവില്ലെന്ന്, ഒരു ഉണങ്ങിയ ഭാഗം പോലും ഉണ്ടാവില്ല എന്നാണ് ടെറൻഡി പറയുന്നത്. ഹു 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 മൈ ലിറ്റിൽ ഗേൾ, ഹു ഹു മൈ ലിറ്റിൽ ഗേൾ എന്താണ്, ഒരു ടോക്കിംഗ് ടോണാണത്, ചുമ്മാ ഹു ഹു മൈ ലിറ്റിൽ ഗേൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഡ്രൈ സ്പോട്ട് പോലും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് റൺ ഡൗൺ മൈ നെക്ക്, എന്താണ്, മഴ എൻ്റെ നെക്കിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട്. ബട്ട് ഡോണ്ട് ബി ഫ്രൈറ്റൻഡ് സിലി, പക്ഷെ പേടിക്കൊന്നും വേണ്ട കേട്ടോ, സില്ലി എന്ന് വിളിക്കുന്നുണ്ട്. ദ ഗ്രാസ് വിൽ ബി ഡ്രൈ അഗെയിൻ, പുല്ല് ഇനി ഉണങ്ങിപ്പോകും. ദ എർത്ത് വിൽ ബി ഡ്രൈ അഗെയിൻ, ഭൂമി ഇനിയും ഉണങ്ങും. ആൻഡ് വി ഷാൽ ബി ഡ്രൈ അഗെയിൻ, നമ്മൾ ഉണങ്ങും. ദർ ഇസ് ദ സെയിം സൺ ഫോർ us all, നമുക്ക് എല്ലാവർക്കും ഒരേ സൂര്യനാണുള്ളതെന്ന്. അപ്പം ഇറ്റ്സ് ലൈക്ക് എന്താണ്, മഴ മാറിക്കഴിയുമ്പോൾ വെയിൽ വരും, വെയിൽ വരുമ്പോൾ മഴ വരും, ആ ഒരു ഇതിനെയാണ് ഇവിടെ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, ഈ ഭൂമി ഉണങ്ങും, മരം ഉണങ്ങും, നമ്മൾ ഉണങ്ങും, എല്ലാവർക്കും ഒരേ സൂര്യനാണ് ഉള്ളതെന്നാണ് പറയുന്നത്. A flash of lightning some 14 feet long gleams above their head. അപ്പോൾ എന്താണ്, ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്, അതായത് ഇടിമിന്നൽ വന്നു. some 14 feet long, എത്ര നീളം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 14 feet, 14 അടി നീളത്തിലുള്ള ഒരു ലൈറ്റ്നിങ് ആണ് വരുന്നത്. ഗ്ലീംസ് എന്ന് പറയുമ്പോൾ തിളങ്ങും. എവിടെയാണ് തിളങ്ങിയത്, എബവ് ദെയർ ഹെഡ്, തലയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു 14 അടി എന്താണ് ഇടിമിന്നൽ വന്നു എന്നാണ് പറയുന്നത്, തിളങ്ങി എന്നാണ് പറയുന്നത്. There is a loud peal of thunder and it seems to Fokla that something big, heavy and round is rolling over the sky and tearing it open exactly over her head. എന്താണ്, അപ്പോൾ ഇടിമിന്നൽ കഴിഞ്ഞപ്പോൾ നല്ല ഇടിവെട്ടായി, ഇടിമുഴക്കം വന്നു, ഇടിമിന്നൽ ഇടിവഴക്കം തമ്മിലുള്ള വ്യത്യാസം അറിയാലോ അല്ലേ. ഇടിവെട്ടായി, നല്ല ഒച്ചത്തിലുള്ള ഇടിവെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫോക്ലക്ക് തോന്നി എന്തോ വലിയത്, ഹെവി, സംതിങ് ബിഗ്, ഹെവി, ഭാരമുള്ളത്, ആൻഡ് റൗണ്ട് ഇസ് റോളിങ് ഓവർ, എന്തോ ഇങ്ങനെ അത്രയും സൗണ്ട്, ഭയങ്കര സൗണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആകാശത്തിൽ എന്തോ വലിയ ഒരു ഭാരമുള്ള ഒരു സാധനം, റൗണ്ട് സാധനം റോൾ ചെയ്യുമ്പോൾ, ഉരുണ്ട് ഇതാകുമ്പോൾ ഒരു സൗണ്ട് ഇല്ലേ, ആൻഡ് ടിയറിങ് ഇറ്റ് ഓപ്പൺ, അങ്ങനെ ആകാശം തുറക്കുന്ന പോലെയാണ് ഫോക്ലക്ക് തോന്നിയത്. അതും തലയുടെ തൊട്ട് മോളി, എക്സാക്ട്ലി ഓവർ ഹെർ ഹെഡ് എന്നാണ് പറയുന്നത്. സ്വന്തം തലയുടെ തൊട്ട് മുകളിൽ ആകാശം തുറന്നു പോകുന്ന ഒരു ഫീലാണ് ഫോക്ലക്ക് വന്നത്. അത് വലിയൊരു സാധനം, ഭയങ്കര ശബ്ദമാണല്ലോ, നമുക്കറിയാലോ. ഇപ്പൊ ഇടിമുഴക്കമൊക്കെ വരുമ്പോൾ നമുക്കും പേടിയാവാറുണ്ടോ. ഹോളി 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 സേസ് ടെറൻഡി, ഡോണ്ട് ബി അഫ്രൈഡ് ലിറ്റിൽ ഗേൾ. പേടിക്കണ്ട, എന്താണ്, ഹോളി 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 പിന്നെയും പറയുന്നുണ്ട്. ഡോണ്ട് ബി അഫ്രൈഡ് ലിറ്റിൽ ഗേൾ, കുഞ്ഞു പെൺകുട്ടി ഒട്ടും പേടിക്കണ്ട. ലിറ്റിൽ ഗേൾ എന്ന് പറയുമ്പോൾ ചെറിയ പെൺകുട്ടി എന്നാണ് അർത്ഥമെങ്കിലും നമ്മൾ മലയാളത്തിലാക്കി പറയുമ്പോൾ കുഞ്ഞു പെൺകുട്ടി എന്നൊന്നും പറയില്ല. കുട്ടി പേടിക്കണ്ട കേട്ടോ, കുഞ്ഞു അങ്ങനെ പുന്നാരിപ്പിക്കില്ല, അതാണ്. ഡോണ്ട് ബി അഫ്രൈഡ് ലിറ്റിൽ ഗേൾ, ഇറ്റ് ഇസ് നോട്ട് ഫ്രം സ്പൈറ്റ് ദാറ്റ് ഇറ്റ് തണ്ടേഴ്സ്. എന്താണ്, ഇടി മുഴക്കിയത് കൊണ്ടിട്ടില്ല, അതുകൊണ്ടിട്ട് ഒട്ടും പേടിക്കണ്ട എന്നാണ് ടെറൻഡി പറയുന്നത്. ഇടിമുഴക്കം കേട്ടത് കൊണ്ടിട്ട് ഒട്ടും പേടി വേണ്ടട്ടോ എന്ന് ടെറൻഡി ജസ്റ്റ്, നമുക്ക് പേടിയാവില്ല. 6 വയസ്സുള്ള കുട്ടിയാണെന്ന് ആലോചിച്ചൊക്കെ, 6 വയസ്സുള്ള കുട്ടികൾക്ക് ഇടിമുഴക്കമൊക്കെ ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ അത് പേടിക്കേണ്ടെന്നാണ് ടെറൻഡി പറയുന്നത്. Terandi's and Folkla's feet are covered with lumps of heavy wet clay. അപ്പോൾ എന്താണ്, മഴയാണ്, രണ്ടുപേർക്കും എന്തില്ല, ചെരുപ്പില്ല. അപ്പോൾ ചെരുപ്പില്ലാത്തപ്പോൾ എന്താ പറ്റി, രണ്ടുപേരുടെ കാലിൽ മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്താണ്, ഹെവി ആ കവേർഡ് വിത്ത് ലംസ് ഓഫ് ഹെവി വെറ്റ് ക്ലേ, ആ ചെളി മണ്ണ്, ചെളി ഹെവി ലംസ് ആണ്, കുറച്ചൊന്നുമല്ല കേട്ടോ, നല്ല കട്ടിക്ക് ചെളി മണ്ണ് കാലിൽ മറ്റേ ഷൂസ് ഇട്ട പോലെ കവർ ചെയ്ത് വന്നു എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്ലിപ്പറി ആൻഡ് ഡിഫിക്കൽട്ട് ടു വാക്ക് ബട്ട് ടെറൻഡി സ്ട്രൈഡ്സ് ഓൺ മോർ ആൻഡ് മോർ റാപ്പിഡ്ലി. അപ്പോൾ ഇപ്പോൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, ചെളിയല്ലേ, കാലിലും മൊത്തം ലംസ് ഇങ്ങനെ കട്ടകൾ പോലെ മണ്ണ് കവർ ചെയ്തിട്ടുണ്ട്, അതും ചെളി മണ്ണ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മണ്ണൊക്കെ സ്ലിപ്പറി, റോഡൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിരിക്കുകയാണ്. പക്ഷെ നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് പോലും ടെറൻഡി ഒരു സ്പീഡ് പോലും കുറക്കാതെ സ്പീഡിൽ പോകുകയാണ്. കാരണം ഇവർ പോകുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഇവർ മഴ നനയാൻ വേണ്ടി പോയവരാണോ? അല്ല, ഇവർ പോകുന്നത് ഡാനിയൽക്കനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണ്? ഫോക്ലയുടെ ബ്രദറിനെ. The weak little girl is breathless and ready to drop. അപ്പോൾ നടക്കാൻ വയ്യ, ബുദ്ധിമുട്ടാണ്, അപ്പോൾക്കും ശ്വാസമൊക്കെ കിട്ടാതെയായി. ആർക്കാണ്? ഫോക്ലക്ക്. ആൻഡ് റെഡി ടു ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ
മതിയാക്കാം, നിർത്താം, എനിക്ക് വയ്യ, എനിക്ക് നടക്കാൻ വയ്യട്ടാ, ആ ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞു നമ്മുടെ ഫൂക്ല. ബട്ട് അറ്റ് ലാസ്റ്റ് ദേ ഗോ ഇൻ ടു ദ കൗൺസ്കോപ്പ്. പക്ഷേ നിർത്തുന്നില്ല, രണ്ടുപേരും നിർത്തുന്നില്ല. റെഡി ടു ഡ്രോപ്പ് സിറ്റുവേഷൻ ആണ്, സ്ലിപ്പറി ആയി നടക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയായാലും അവരവരുടെ നടത്തം കണ്ടിന്യൂ ചെയ്യണം. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് അപകടത്തിൽപ്പെട്ട് ഇരിക്കുന്നത്. ബട്ട് അറ്റ് ലാസ്റ്റ് ദേ ഗോ ഇൻ ടു ദ കൗൺസ്കോപ്സ്. അപ്പം മിസ് നേരത്തെ പടം കാണിച്ചു തന്നു. കൗൺസ്കോപ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ട്രീസ് ആണ്. അപ്പോൾ അവിടെ എത്തി. The vast trees stirred by a gust of wind drop a perfect waterfall upon them. അപ്പോൾ എന്താണ്, കഴുകിയ മരങ്ങൾ. ആരാ കഴുകിയ? മഴ വന്നപ്പോൾ കഴുകിയത് അല്ലേ? അപ്പോൾ നമുക്കറിയാം, മഴ മാറിയാലും മരത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ മഴ ഉള്ളപ്പോൾ മരത്തിൻ്റെ അടിയിൽ നിൽക്കാൻ സേഫാ, അധികം മഴ നനയാത്ത പോലെ തോന്നും. പക്ഷേ മഴ മാറിക്കഴിഞ്ഞാൽ മരത്തിൻ്റെ അടിയിൽ നിന്നാലോ നല്ല ഫുൾ ടൈം ഇങ്ങനെ ആ മരത്തിലുള്ള വെള്ളം ഫുള്ള് നമ്മുടെ മേത്ത് വീണുകൊണ്ടിരിക്കും. Stirred by the gust of wind drop a perfect waterfall. അപ്പോൾ ഈ മരത്തിൻ്റെ അടിയിൽ എത്തിയപ്പോൾ എന്ത് പറ്റി? അവിടെ ഇങ്ങനെ പെട്ടെന്ന് കാറ്റ് വീശി കഴിഞ്ഞപ്പോഴോ മരത്തിലുള്ള എല്ലാ വെള്ളവും ഇവരുടെ മേത്ത് വീണു. വാട്ടർഫോൾ പോലെ ഇവരുടെ മേത്തോട്ട് വീണു എന്നാണ് പറയുന്നത്. ടെറൻഡി stumbles over stumps and begins to slacken his pace. അപ്പോൾ എന്ത് പറ്റി? ടെറൻഡി stumbles off upon them and begins to slacken his pace. Pace എന്ന് പറയുമ്പോൾ സ്പീഡ് കുറച്ചു അല്ലേ? സ്പീഡ് കുറച്ചു. Whereabouts is Danilka? He asked. Lead me to him. അപ്പോൾ അവർ ആ സ്ഥലത്തെത്തി, ഡാനിൽക്ക പെട്ട സ്ഥലത്തെത്തി. പക്ഷെ എവിടെയാണ്? എന്നെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നാണ് ടെറൻഡി ആവശ്യപ്പെടുന്നത്. Folklore leads him to a thicket. Thicket എന്ന് വെച്ചാൽ കുറ്റിക്കാട് എന്നാണ് അർത്ഥം. And after going a quarter of a mile points to Danilka. അപ്പം അവർ കോപ്സിലെത്തി കഴിഞ്ഞപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് സ്ഥലം കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ കുറച്ചും കൂടി നടക്കുന്നു. അപ്പോൾ ഒരു കുറ്റിക്കാടിൻ്റെ ഉള്ളിലോട്ട് ടെറൻറ്റിനെ കൊണ്ടുപോവാണ്. ടെറൻറ്റിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കുറച്ച് നടന്നു കഴിയുമ്പോൾ ആഫ്റ്റർ ഗോയിങ് എ ക്വാർട്ടർ ഓഫ് മൈൽ പോയി കഴിയുമ്പോൾ ഡാനിൽക്കനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഡാനിൽക്കനെ കണ്ടു. Her brother, a little fellow of 8. അപ്പോൾ ഫോക്ലയുടെ ബ്രദറാണ്, 8 വയസ്സുള്ള ടാക്ക്. അപ്പോൾ രണ്ടുപേരും കുഞ്ഞുങ്ങളാണ്. വിത്ത് ഹെയർ ആസ് റെഡ് ആസ് ഓക്കർ. ഓക്കർ എന്ന് പറഞ്ഞാൽ ഒരു പിഗ്മെന്റ് ആണ്, ക്ലേ പോലെ, അതിന്റെ കളറായിട്ട് അതുപോലത്തെ കളറാണ് മുടിക്കെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് എ പേൾ സിക്ലി ഫേസ്. അപ്പോൾ ഇവിടെയും വെളറി ഒരു സിക്ലി ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു വിഷമമൊക്കെ ഉള്ള ഒരു മുഖമായിട്ടാണ്. അപ്പോൾ രണ്ടുപേർക്കും ആരും ഇല്ലാത്തൊരു അങ്ങനത്തെ ഒരു ഇതാണ്. സ്റ്റാൻഡ്സ് ലീനിങ് അഗേൻസ്റ്റ് ട്രീ. എന്താണ്? ഒരു മരത്തിനോട് ചരിഞ്ഞ് നിൽക്കുകയാണ്. ലീനിങ് അഗേൻസ്റ്റ് ട്രീ എന്ന് പറഞ്ഞാൽ കൈയിട്ട് മരത്തിൻ്റെ ഉള്ളിലല്ലേ. ആൻഡ് വിത്ത് ഹിസ് ഹെഡ് ഓൺ വൺ സൈഡ്. അപ്പോൾ തല ഇങ്ങനെ ചരിച്ച് ലുക്കിംഗ് സൈഡ് വേസ് അറ്റ് ദ സ്കൈ. ആകാശത്ത് നോക്കി നിൽക്കുവാണ്. കൈ എവിടെയാ? ഒരു കൈ മരത്തിൻ്റെ ഉള്ളിലാണ്. എന്നിട്ട് ആള് ഒബ്സർവറാണ്. ആള് മരമൊക്കെ കൈ നോക്കണല്ല, എവിടെയാ നോക്കണല്ല, ആള് ആകാശത്ത് നോക്കി നിൽക്കുന്നുണ്ട്. ഇൻ വൺ ഹാൻഡ് ഹി ഹോൾഡ്സ് ഹിസ് ഷാബി ഓൾഡ് ക്യാപ്പ്. ഒരു കൈ കൊണ്ട് എന്താണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്? ഷാബി ഓൾഡ് ക്യാപ്പ്. ഷാബി എന്ന് വെച്ചാൽ നിറം മങ്ങിയ, പഴകി തുടങ്ങിയ, അതാണ് ഷാബിയുടെ മീനിങ്. ദ അതർ ഇസ് ഹിഡൻ ഇൻ ആൻ ഓൾഡ് ലൈം ട്രീ. ഒരു കൈ കൊണ്ട് പഴകി തുടങ്ങിയ തൊപ്പി പിടിച്ചിട്ടുണ്ട്. വേറൊരു കൈ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കണം എന്ന് പറഞ്ഞാൽ കൈ അകപ്പെട്ടു എന്നാണ് അർത്ഥം. എവിടെയാണ്? ഓൾഡ് ലൈം ട്രീയുടെ ഉള്ളിലായിപ്പോയി. ദ ബോയ് ഇസ് ഗേസിംഗ് അറ്റ് ദ സ്റ്റോമി സ്കൈ. എവിടെയാണ് ഗേസിംഗ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് എന്നാണ് അർത്ഥം. അപ്പോൾ ബോയ് എവിടെയാണ് നോക്കുന്നത്? ആൺകുട്ടി നോക്കുന്നത് ഒരു സ്റ്റോമി സ്കൈ, കൊടുങ്കാറ്റൊക്കെ വീശിക്കൊണ്ടിരിക്കുന്ന ആകാശത്തോട്ടാണ് നോക്കുന്നത്. ആൻഡ് അപ്പാരന്റ്ലി നോട്ട് തിങ്കിങ് ഓഫ് ഹിസ് ട്രബിൾ. എന്താണ്? കാഴ്ച കാണുക, ഞാൻ എന്തോ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ കൈ ഇങ്ങനെയാണ്, അതൊന്നും പ്രശ്നമേ ഇല്ല. അപ്പൊ അതൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. നോട്ട് തിങ്കിങ് ഓഫ് ഹിസ് ഓൺ ട്രബിൾ. സ്വന്തം കുഴപ്പമൊന്നും ആലോചിക്കുന്നില്ല. ആള് നല്ലോണം ഒബ്സർവ് ചെയ്തിരിക്കുകയാണ് പ്രകൃതിയെ. ഹിയറിംഗ് ഫുട് സ്റ്റെപ്സ് ആൻഡ് സീയിങ് ദ കോബ്ലർ ഹി ഗീവ്സ് സിക്ലി സ്മൈൽ ആൻഡ് സീസ്. അപ്പോൾ കാലൊച്ച കേട്ടു. ഹിയറിംഗ് ഫുട് സ്റ്റെപ്സ് ആൻഡ് സീയിങ് ദ കോബ്ലർ. അപ്പോൾ ആദ്യം കോബ്ലറിനെയാണ് കണ്ടത്. സ്പീഡിലാണ് നടക്കുന്നത് കോബ്ലർ ആണല്ലോ. ഹി ഗീവ്സ് സിക്ലി സ്മൈൽ. സിക്ലി സ്മൈൽ എന്ന് പറഞ്ഞാൽ ചിരിച്ചു, പക്ഷെ മേ ബി വിഷമം കൊണ്ടോ ഒക്കെ ഉള്ള ചിരിനെയാണ് സിക്ലി സ്മൈൽ എന്ന് പറയുന്നത്. ആൻഡ് സീസ് എന്താ പറയുന്നത്? എ ടെറിബിൾ ലോട്ട് ഓഫ് തണ്ടർ ടെറൻഡി. ഐ ഹാവ് നെവർ ഹേർഡ് സോ മച്ച് തണ്ടർ ഇൻ മൈ ഓൾ ലൈഫ്. എന്താണ്? ഭയങ്കര വലിയ ഇടിമുഴക്കം വരുന്ന ടെറൻഡി. 8 വയസ്സുള്ള കുട്ടിയല്ലേ, ഭയങ്കര ആകാംക്ഷയൊക്കെ ആയിരിക്കുമല്ലോ. അതാണ് പറയുന്നത് എ ടെറിബിൾ ലോട്ട് ഓഫ് തണ്ടർ ടെറൻഡി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അത്രയും, ജീവിതം എന്ന് പറയുമ്പോൾ 8 വർഷമായിട്ടുള്ളൂ കേട്ടോ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒച്ചയുള്ള ഇടിമുഴക്കമൊന്നും ലൈറ്റ്നിങ് ഒന്നും കണ്ടിട്ടില്ലെന്നാണ് ആര് പറയുന്നത്? ഡാനിൽക്ക പറയുന്നത്. ആൻഡ് വേർ ഇസ് യുവർ ഹാൻഡ്? ടെറൻഡിക്ക് അതൊന്നും വിഷയമല്ല. ടെറൻഡി എന്താ ചോദിക്കണം? കൈ എവിടെയാണെന്നാ ചോദിക്കുന്നത്. ഇൻ ദ ഹോൾ,
പുൾ ഇറ്റ് ഔട്ട് പ്ലീസ് ടെറൻഡി. എവിടെയുണ്ട്? ആ ഹോളിലുണ്ട്. എന്ത് ലാഘവത്തോടെയാണല്ലേ പറയണത്. ഹോളിലുണ്ട്, പുൾ ഇറ്റ് ഔട്ട്, പുറത്തേക്ക് വലിച്ചെടുക്കാൻ ടെറൻഡി എന്നാണ്. പ്ലീസ് ഉണ്ട് കേട്ടോ, ഒരു പ്ലീസ് ഉണ്ട് അവിടെ. മാനേഴ്സ് ഒക്കെ ഉള്ള കുട്ടികളാണ്. പ്ലീസ് ടെറൻഡി എന്ന് പറയുന്നുണ്ട്. സോ ബട്ട് ഹി ഈസ് നോട്ട് ബോതേർഡ് അല്ലേ, നമുക്ക് മനസ്സിലാവും. ഒട്ടും ബോതേർഡ് അല്ല, കൈ അവിടെയാണെന്നുള്ളതൊന്നും ഒരു ബോദറേഷനേ അല്ല. അങ്ങനെയാണ് ആള് സംസാരിക്കുന്നത്. The wood had broken at the edge of the hole and jammed Danilka's hand. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കൈയിട്ടപ്പോൾ ആ പൊത്തിന്റെ അവിടെയുള്ള ആ ഹോളിന്റെ അവിടെയുള്ള ആ മരക്കൊമ്പ് താഴത്തോട്ട് വീണിട്ടുണ്ട്, ബ്രോക്കൺ. അങ്ങനെയാണ് ആ എഡ്ജ് എന്താണ് അടഞ്ഞുപോയി, ജാംഡ്. അങ്ങനെയാണ് കൈ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയത്. അല്ലെങ്കിൽ കൈ ഇട്ട പോലെ തന്നെ കൈ പുറത്തോട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. ഹി കുഡ് പുഷ് ഇറ്റ് ഫാദർ ഇൻ ബട്ട് കുഡ് നോട്ട് പുൾ ഇറ്റ് ഔട്ട്. എന്താണ്, അതിൻ്റെ ഉള്ളിലോട്ട് ഇനി കയറ്റാൻ പറ്റും, പക്ഷെ പുറത്തോട്ട് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് കൈ ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? ആ കൈ ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ കൊമ്പ് ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞ് ഇതായപ്പോൾ കൈ ജാമായി. ഉള്ളിലോട്ട് കയറ്റാം, പക്ഷെ പുറത്തോട്ട് വലിച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. Tarandi snaps of the broken piece and the boy's hand, red and crushed, is released. അപ്പോൾ ടെറൻഡി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കൊച്ചിൻ്റെ ബ്രോക്കൺ പീസ് അവിടെ നിന്ന് മാറ്റിയിട്ട് കുഞ്ഞിൻ്റെ കൈയെടുത്ത് വലിച്ച് പുറത്തോക്കാക്കുന്നുണ്ട്. കൈയുടെ ആ സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, റെഡ് ആൻഡ് ക്രഷ്ഡ്, ചവന്ന് ക്രഷ്ഡ് ആണ്. ക്രഷ്ഡ് എന്ന് വെച്ചാൽ എന്താ, ആക്ച്വലി നമ്മൾ ക്രഷ് ചെയ്യുക, ജസ്റ്റ് ക്രഷ് ഇട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, പൊടിച്ചെടുക്കുക അന്ന് കംപ്ലീറ്റ്ലി അല്ല. അതുപോലെ ഒരു ചതഞ്ഞ ആ ഒരു ഇതിലാണ് ക്രഷ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ആയിട്ട് കേട്ടോ. ഇസ് റിലീസ്ഡ്, അപ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട്. തകർന്നു എന്നുള്ള അർത്ഥമാണ് ശരിക്കും ക്രഷ്ഡ്. ഈ പൊടിയായിട്ട് പൊടിക്കുന്നതിനും ക്രഷ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇതാണ് ചതഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ആണ് ക്രഷ്ഡ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കൈ ഫുള്ളായിട്ട് തകർന്നൊന്നും പോയിട്ടൊന്നുമില്ല. ഒരു ക്രഷ്ഡ് സിറ്റുവേഷൻ ആണ്. ചുമന്നിരിക്കുമ്പോൾ തന്നെ അറിയാലോ, കൈ മരക്കൊമ്പ് ജാമായിട്ടിരിക്കുമ്പോൾ മരം കയ്യിൽ വീഴുമ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ. ഇറ്റ് ഈസ് ടെറിബിൾ ഹൗ ഇറ്റ്സ് തണ്ടറിങ്. സി, കൈ പുറത്ത് വന്നു, കൈ ഇരിക്കുന്ന കണ്ടീഷൻ ചുമന്നിരിക്കുകയാണ്, അതൊന്നും ബോദറേഷൻ അല്ല. ഇറ്റ്സ് ടെറിബിൾ ഹൗ ഇറ്റ്സ് തണ്ടറിങ്. എന്താണ്, കൊച്ചിന് ചിന്ത മുഴുവൻ ഇടിമുഴക്കത്തിനെ കുറിച്ചിട്ടാണ്. It's terrible how it's thundering. The boy sees again, rubbing his hand. ഓ, കൈയൊക്കെ തടവണുണ്ട് കേട്ടോ. റബ്ബിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റബ്ബിങ് ഹിസ് ഹാൻഡ്. ചോദിക്കുവാണ്, ഇറ്റ്സ് ടെറിബിൾ ഹൗ ഇറ്റ്സ് തണ്ടറിങ്. എങ്ങനെയാണ് ഇങ്ങനെ ഇടിവെട്ട് ഉണ്ടാവണേന്ന് ചോദിക്കുന്നു. വാട്ട് മേക്സ് ഇറ്റ് തണ്ടർ ടെറൻഡി? എന്തുകൊണ്ടാണ് ഇടിവെട്ട് ഉണ്ടാവുന്നതെന്നാണ് അടുത്ത സംശയം. സോ ഹി ഈസ് നോട്ട് അറ്റ് ഓൾ ബോതേർഡ് അബൌട്ട് ഹിസ് ഹാൻഡ് ആക്ച്വലി. അല്ലേ, കൈയൊക്കെ പുറത്തൊക്കെ വന്നു, ഓക്കെ, സന്തോഷം, കഴിഞ്ഞു, അത് കഴിഞ്ഞു. നമ്മളാണെങ്കിലോ, എൻ്റെ കൈക്ക് എന്ത് പറ്റി, എൻ്റെ കൈക്ക് അത് പറ്റി, എൻ്റെ കൈക്ക് ഇത് പറ്റി, അങ്ങനെയല്ലേ നമ്മൾ കുട്ടികൾ, അല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ? പക്ഷെ ഇവിടെ ആളൊട്ടും ബോധമില്ല. അത് 8 വയസ്സുള്ള കുഞ്ഞിതാണ് അല്ലേ. 8 മാറും എന്നൊക്കെ പറയണത് കുഞ്ഞു പിള്ളേരാ. എന്നിട്ട് പോലും ഒട്ടും ബോധവാടല്ല. അതായത് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ് 8 വയസ്സെന്ന് പറയുമ്പോൾ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതും ഒരാൾ എന്താണ് 6 വയസ്സ്, അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും. ആ 1ലും 3ലും പഠിക്കുന്ന കുട്ടികളെയൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ അറിയാലോ, അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വൺ ക്ലൗഡ് റൺസ് അഗെയിൻസ്റ്റ് ദ അതർ, ആൻസേഴ്സ് ദ കോബ്ലർ. എന്താണ്, ഒരു മേഘം അടുത്ത മേഘത്തിൻ്റെ തൊട്ട് പോകുന്നു, അതാണ് ഇടിവെട്ടുണ്ടാവണേ. വൺ ക്ലൗഡ് റൺസ് അഗെയിൻസ്റ്റ് ദ അതർ, ആൻസേഴ്സ് ദ കോബ്ലർ. അങ്ങനെയാണ് ഇടിവെട്ടുണ്ടാവണേന്നാണ് കോബ്ലർ പറയുന്നത്. ദ പാർട്ടി കം ഔട്ട് ഓഫ് ദ കോപ്സ് ആൻഡ് വാക്ക് അലോങ് ദ എഡ്ജ് ഓഫ് ഇറ്റ് ടുവേർഡ്സ് ദ ഡാർക്കൻ റോഡ്. അപ്പൊ രാവിലത്തെ സമയമാണെങ്കിലും ഇരുട്ടാണ് കേട്ടോ. അപ്പൊ പാർട്ടി ആരാണ്? പാർട്ടി 3 പേരായാലും. ഇപ്പൊ നേരത്തെ പോയപ്പോൾ 2 പേരായിരുന്നു, ഓൾറെഡി ഒരാൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ ഡാനിൽക്ക, ഫോക്ല ആൻഡ് ടെറൻഡി കംസ് ഔട്ട്, ദാറ്റ് ഇസ് എ പാർട്ടി. അവരെയാണ് പാർട്ടി എന്ന് ഉദ്ദേശിക്കണം. പാർട്ടി കം ഔട്ട് ഓഫ് ദ കോപ്സ്, അവർ ആ മരത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പുറത്തോട്ട് വന്നു. ആൻഡ് വാക്ക് അലോങ് ദ എഡ്ജ് ഓഫ് ഇറ്റ് ടുവേർഡ്സ് ദ ഡാർക്കൻ റോഡ്. ഇരുണ്ട റോഡിലോട്ട് അവർ നടക്കുവാണ്. ഇരുട്ടായത് എന്തുകൊണ്ടാണ്? മഴക്കാരൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട്, മഴ പെയ്തത് കൊണ്ടാണ്. ദ തണ്ടർ ഗ്രാജുവലി അബേറ്റ്സ്. അപ്പോൾ എന്ത് പറ്റി? ഇടിമുഴക്കത്തിന്റെ ശബ്ദമൊക്കെ കുറച്ചായി, അതായത് ഫെയ്ഡായി പോയി. അതാണ് അബേറ്റ്സ് എന്ന് പറയാ. ആൻഡ് ഇറ്റ്സ് റംബ്ലിംഗ് ഇസ് ഹേർഡ് ഫാർ അവേ ബിയോണ്ട് ദ വില്ലേജ്. അപ്പൊ വേറെ എവിടെയോ കേൾക്കുന്ന പോലെ. അപ്പൊ നമ്മുടെ ഇത്രയും നേരം ഇവര് തൊട്ടടുത്ത് ഭയങ്കര ഒച്ചത്തിൽ കേട്ടിരുന്ന ഇടിമുഴക്കം ഇപ്പൊ കേൾക്കുന്നത് അത് ഫെയ്ഡായി പോയത് കൊണ്ടിട്ട് കേൾക്കുന്നത് വേറെ എവിടെയോ വില്ലേജിൽ നിന്ന്, അടുത്തെവിടെയുള്ള വില്ലേജിൽ നിന്ന് കേൾക്കുന്ന അത്രയേ ഉള്ളൂ ഇപ്പത്തെ സിറ്റുവേഷനിൽ ഇടിമുഴക്കം. The ducks flew by here the other day, Tarandi, says Danilka, still rubbing his hand. അപ്പോൾ എന്താണ്, കുറച്ച് താറാവ് ഇവിടെ കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു ടെറൻഡി. അപ്പോൾ ആ കുട്ടികൾ നല്ല കമ്പനിയാണ് ടെറൻഡിനോടെന്ന് നമുക്ക് മനസ്സിലാകും. അവരവരുടെ കാണുന്ന ചെറിയ ചെറിയ കാഴ്ചകൾ, അതിൻ്റെ ഭംഗി, അതിൻ്റെ സംശയങ്ങൾ എല്ലാം അവർ ചോദിക്കുന്നത്
ടെറൻറ്റിയോടാണ്. നമുക്ക് ബാക്കി കൂടുതൽ ഒരു വേറെ ബേർഡ്സും നമുക്ക് ഈ കുട്ടികളെ കുറിച്ച് ഇവിടെ ഇല്ല. കുട്ടികളുടെ അച്ഛനുണ്ടോ അമ്മയുണ്ടോ ഒന്നും പറയുന്നില്ല. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം രണ്ടുപേർക്കും ആരുമില്ലെന്ന് തന്നെയാണ്. കാരണം അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവർ ടെറൻറ്റിനെ അന്വേഷിച്ചല്ലല്ലോ പോവുക. അവർ പോവുക അച്ഛനമ്മയുടെ അടുത്ത് തന്നെയാണ്. പിന്നെ രണ്ടുപേരും വിളറിയിരിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദേ ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതൊക്കെ മിസ്സിൻ്റെ ഇമാജിനേഷൻ ആണ്, കഥയിൽ ഇതൊന്നും ഇല്ല കേട്ടോ. കാരണം പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പറയുകയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ നിങ്ങൾ ആദ്യം കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ അച്ഛനും അമ്മനെ ആയിരിക്കില്ലേ. പക്ഷെ ഇവിടെ കുട്ടികൾ വിളിക്കുന്നത് കോബ്ലർ ടെറൻറ്റി അങ്കിളാണ്. അങ്കിൾ എന്നാണ് പറയുന്നത്, അത് സ്വന്തം അങ്കിളാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ടെറൻറ്റി സേസ് ഡാനിൽക്ക സ്റ്റിൽ റബ്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഡക്കിനെയൊക്കെ കണ്ടിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആളെന്ത് ചെയ്യുന്നുണ്ട്? റബ്ബ് ചെയ്യുന്നുണ്ട്, കൈ തടവുന്നുണ്ട്. ഫോക്ല വുഡ് യു ലൈക്ക് ടു ഷോ യു നൈറ്റിംഗൽസ് നെസ്റ്റ്. അപ്പം എന്താണ്? അപ്പോൾ നീ ആ നൈറ്റിംഗൽ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ബേർഡാണ് ആക്ച്വലി. നൈറ്റിംഗൽ എന്ന് പറയുന്ന ബേർഡിൻ്റെ പാട്ടും ഈവൻ നമുക്കൊരു വലിയൊരു ഫേമസ് സ്റ്റോറി തന്നെയുണ്ട്, നൈറ്റിംഗൽ ആൻഡ് ദ റോസ് പറഞ്ഞിട്ട് അല്ലേ, നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ആ നൈറ്റിംഗലിനെ കുറിച്ച് ആ പാട്ടും ഒക്കെ ഭയങ്കര, ഇപ്പോൾ ഏതൊരു നല്ല പാട്ടുകാരത്തിനെയും നമ്മൾ വർണ്ണിക്കുക നൈറ്റിംഗലായിട്ടാണ്. ഓക്കെ, അപ്പോൾ നൈറ്റിംഗൽ നെസ്റ്റ് എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാ ചോദിക്കുന്നേ? ഡാനിൽക്ക. ഡോണ്ട് ടച്ച് ഇറ്റ്, യു മൈറ്റ് ഡിസ്റ്റർബ് ദം, സേസ് ടെറൻറ്റി wringing the water out of his cap. എന്താണ്? അതിനെ തുടരുത്. ആ ഇനിയിപ്പോൾ ഒരു കുട്ടിക്ക് പോയി കൈയിട്ട് കുക്കുവിൻ്റെ മുട്ട എടുക്കാൻ പോയ ആൾക്കാരാണല്ലോ. ഡോണ്ട് ടച്ച് ഇറ്റ്, വാണിംഗ് കൊടുക്കുകയാണ്, തടാൻ പാടില്ല. യു മൈറ്റ് ഡിസ്റ്റർബ് ദം, നിങ്ങൾ ചിലപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യും. സേസ് ടെറൻറ്റി റിങ്ങിങ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാപ്പൊക്കെ നനഞ്ഞ് കുതിർന്നിരിക്കുമല്ലേ, സോ കംപ്ലീറ്റ്ലി സോക്ഡ് അല്ലേ, അപ്പോൾ വെള്ളം പിഴിഞ്ഞു കളയും, അതാണ് റിങ്ങിങ്. ദ നൈറ്റിംഗൽ ഈസ് എ സിംഗിങ് ബേർഡ്, അതൊരു പാട്ട് പാടുന്ന പക്ഷിയാണ്. ഹി ഹാസ് ഹാഡ് എ വോയിസ് ഗിവൺ ഇൻ മിസ് ത്രോട്ട് ടു ഗ്ലാഡൻ ദ ഹാർട്ട് ഓഫ് എ മാൻ. എന്താണ്? അതിൻ്റെ തൊണ്ടയിൽ ഒരു ശബ്ദമുണ്ട്, അത് കേട്ട് കഴിഞ്ഞാൽ മനുഷ്യനെ സന്തോഷിപ്പിക്കാനായിട്ട് പറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നൈറ്റിംഗലിൻ്റെ പാട്ട്? കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ച് നോക്കാം, നൈറ്റിംഗൽ സോങ് എന്ന് പറഞ്ഞിട്ട്. നല്ല രസമുള്ള സ്വീറ്റ് വോയിസ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് എ സിൻ ടു ഡിസ്റ്റർബ് ദം. അപ്പോൾ ടെറൻറ്റി പറയുന്നത് അവരെ ഡിസ്റ്റർബ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പാപമാണെന്നാണ് ടെറൻറ്റി പറയുന്നത്. സോ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ശബ്ദമുണ്ട് അവരുടെ തൊണ്ടയിൽ, അത് കേട്ട് കഴിഞ്ഞാൽ മനുഷ്യന് ഭയങ്കര സന്തോഷം കിട്ടും. സോ യു മസ്റ്റ് നോട്ട് ഡിസ്റ്റർബ് ദം, ഇറ്റ് ഈസ് എ സിൻ, ഒരു പാപമാണ് അതങ്ങനെ ചെയ്യുന്നതെന്നാണ് ടെറൻറ്റി പറയുന്നത്. A bright patch of blue appears in the sky. അപ്പോൾ നേരത്തെ പോയപ്പോൾ നമ്മളോട് പറഞ്ഞത് അവരെന്താണ്? ഒരു സ്പോട്ട് പോലും ഇല്ല ബ്ലൂ എന്നാണ്. ഇപ്പോൾ മഴക്കാരൊക്കെ മാറി, ഒരു ബ്രൈറ്റ് പാച്ച് ഓഫ് ബ്ലൂ അപ്പിയേഴ്സ് ഇൻ ദ സ്കൈ. മഴയൊക്കെ മാറി ആകാശം വെളുത്ത്, അതായത് സൂര്യൻ പുറത്തോട്ട് വന്നു തുടങ്ങി എന്നാണ് അർത്ഥം. ആൻഡ് ഹിയർ ആർ സം ബീസ് ക്രൈസ് ഡാനിൽക്ക പോയിന്റിംഗ് ടു ദ ബ്രാഞ്ച് ഓഫ് എ യങ് യോക്ക് ട്രീ. അപ്പോൾ ഇവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇവർ കാണുന്നത് കുറച്ച് ബീസാണ്. ബീസിനെ കാണുന്നു. ക്രൈസ് ഡാനിൽക്ക പോയിന്റിംഗ് ദ ബ്രാഞ്ച് ഓഫ് എ ക്രൈയിങ് യങ് യോക്ക് ട്രീ. അപ്പോൾ ഒരു യങ് യോക്ക് ട്രീ കണ്ടപ്പോൾ അതിൽ കുറച്ച് ബീസിനെ കണ്ടു. അപ്പോൾ ബീസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. The drenched and chilled bees are huddled together on the branch. Drenched എന്ന് പറഞ്ഞാൽ നനഞ്ഞു കുളിച്ച, ചിൽഡ് അല്ലേ. അപ്പോൾ ഈ നനഞ്ഞു കുളിച്ച ബീസ് ഒക്കെ ഹഡിൽ ടുഗെദർ, ചേർന്നിരിക്കുകയാണ്, ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് on the branch. There are so many of them that neither bark nor leaf can be seen. അപ്പോൾ അവർ അത്രത്തോളം, അവരുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉള്ളത് കൊണ്ട് തന്നെ ഒരു മരത്തിന്റെ കൊമ്പോ ഇലയോ കാണാൻ പറ്റാത്ത വിധം അത്രയും വലിയൊരു കൂട്ടമാണ് അവിടെ ഉള്ളത്. മെനി ഓഫ് ദം ആർ സെറ്റിൽഡ് ഓൺ വൺ അനദർ. ഓരോരുത്തരും ഓരോന്നിന്റെ പുറത്തായിട്ടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മഴ ഫുള്ള് നനഞ്ഞിട്ടുണ്ടാവും അല്ലേ, ഇല കാണാനും പറ്റുന്നില്ല, കൊമ്പ് കാണാൻ പറ്റുന്ന അത്രത്തോളം ബീസിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. That's a swarm of bees, Terendi informs them. അപ്പോൾ എന്താണ് അത്? സ്വാം ഓഫ് ബീസ് ആണ്. കണ്ടോ, സ്വാം ഓഫ് ബീസ് ആണ്. കുറേ ബീസ് ഉണ്ട്. They were flying looking for a home and when the rain came down upon them they settled. അപ്പോൾ അവർ പറന്ന് ഒരു വീട് നോക്കുകയാണ്, വീടിനുള്ള സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ വന്നു കഴിഞ്ഞപ്പോൾ അവർ സെറ്റിൽ ആയതാണ് എന്നാണ് ടെറൻറ്റി ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വാം ഓഫ് ബീസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമാണ്, ബീസിൻ്റെ ഒരു കൂട്ടത്തിനാണ് സ്വാം ഓഫ് ബീസ് എന്ന് പറയുന്നത്. If a swarm is flying, you need only sprinkle water on them to make them settle. അപ്പോൾ നമ്മൾ ഒരു ബീസിൻ്റെ കൂട്ടം കാണാൻ, ഒരു പുതിയ ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നത്. നിങ്ങളൊരു ബീസിൻ്റെ കൂട്ടം കാണുവാണ്, അപ്പോൾ നിങ്ങൾ ആക്രമിക്കാൻ വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യണം? നിങ്ങൾ വെള്ളം തളിക്കണം എന്ന്. യു നീഡ് ഓൺലി സ്പ്രിങ്കിൾ വാട്ടർ ഓൺ ദം ടു മേക്ക് ദം സെറ്റിൽ. അവരെ സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അവരിങ്ങനെ കൂടിയിരിക്കും, അവർ പറക്കില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഗുഡ് ഇൻഫർമേഷൻ ആക്ച്വലി. നൗ ഇഫ് സേ
യു വാണ്ടഡ് ടു ടേക്ക് ദ സ്വാം. അപ്പം നിങ്ങൾക്ക് സ്വാം എടുക്കണം എന്ന് വിചാരിക്കോ. യു വുഡ് ബെൻഡ് ദ ബ്രാഞ്ച് വിത്ത് ദം ഇൻ ടു എ സാക്ക് ആൻഡ് ഷേക്ക് ഇറ്റ് ആൻഡ് ദേ ഓൾ ഫോൾ ഇൻ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ബ്രാഞ്ചിൽ ഈ സ്വാം ഓഫ് ബീസ് ഉണ്ട്. അപ്പോൾ ആ ബീസിനെ മാറ്റിയിട്ട് നമുക്ക് ഹണി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, അതൊരു കൊമ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു ചാക്ക് എടുക്കുക. ഒരു ചാക്ക് എടുത്തിട്ട് ആ മരത്തിൻ്റെ, ഇതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള പണിയാണ് കേട്ടോ, മിസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആരും ചെയ്യാനും പോകരുത്. ഈ മരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ സാക്കിൻ്റെ ഉള്ളിലാക്കിയിട്ട് കുലുക്കണം. അപ്പോൾ എല്ലാ ബീസും അതിൻ്റെ ഉള്ളിലാകുന്നതാണ് പറയുന്നത്. ഡോണ്ട് ടേക്ക് റിസ്ക്. ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ വീഴുന്നാണ് ടെറൻറ്റി പറയുന്നത് കേട്ടോ, ഞാനല്ല കേട്ടോ പറഞ്ഞത്, ടെറൻറ്റിയാണ് പറഞ്ഞത്. ലിറ്റിൽ ഫോക്ല suddenly frowns and rubs her neck vigorously. അപ്പോഴേക്കും എന്താണ് ഫോക്ല, എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഫ്രൗൺസ്, നെറ്റി ചുളിച്ച് എന്തോ അതിനെ കടിച്ച്, അതാണ്. ആൻഡ് റബ്സ് her neck, കഴുത്ത് തടവണുണ്ട്. വിഗ്രസ്ലി എന്ന് പറയുന്നത് ശക്തമായി തടവണുണ്ട്. her brother looks at her neck and sees a big swelling on it. അപ്പൊ ചേട്ടനുണ്ടല്ലോ, 8 വയസ്സുകാരൻ ചേട്ടൻ, കുഞ്ഞു ചേട്ടൻ അല്ലേ, കുഞ്ഞു ചേട്ടൻ വേഗം കഴുത്തിൽ നോക്കി. അപ്പോൾ അവിടെ ഒരു സ്വെല്ലിംഗ് ആണ്. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വീർത്തിരിക്കുന്നത് അല്ലേ, അതെന്താണ്, വല്ല ഇൻസെക്ട് ബൈറ്റും ഒക്കെ കൊണ്ടാണ് അങ്ങനെ സ്വെല്ലിങ്സ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു സ്വെല്ലിംഗ് കാണും. ഹേ ഹേ ലാവ്സ് ദ കോബ്ലർ. അപ്പോൾ അത് കാണുമ്പോൾ ആരാണ് ചിരിക്കുന്നത്, നമ്മുടെ കോബ്ലർ, ടെറൻറ്റി ചിരിക്കുവാണ് കേട്ടോ. ഡു യു നോ വെർ യു ഗോട്ട് ദാറ്റ് ഫ്രം ഫോക്ല, ഓൾഡ് ഗേൾ? ഓൾഡ് ഗേൾ എന്നാണ് വിളിക്കുന്നത്, ലിറ്റിൽ ഗേളൊക്കെ മാറി ഓൾഡ് ഗേൾ എന്ന്. നിനക്ക് അത് എവിടെ നിന്ന് വന്നു എന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഫുക്ലിനോട്. അപ്പോൾ എന്താണ്, there are Spanish flies on some trees in the wood. അപ്പോൾ സ്പാനിഷ് ഫ്ലൈസ് ഉണ്ടെന്ന് വുഡിൽ. ഇവരെവിടെയാണ്, ഫോറസ്റ്റ് ഏരിയ പോലത്തെ സ്ഥലത്താണ്. അപ്പോൾ ആ വുഡിലൊക്കെ എന്താ, സ്പാനിഷ് ഫ്ലൈസ് ഉണ്ട്. The rain has trickled off them and a drop has fallen on your neck. That is what has made the swelling. എന്താണ്, മഴ പെയ്തില്ലേ, മഴ പെയ്തപ്പോൾ അവരിങ്ങനെ മകഞ്ഞു മാറിയപ്പോൾ അവരുടെ മേത്ത് നിന്നുള്ള ഒരു തുള്ളിയാണ് എവിടെ വീണത്, ഫൂക്ലയുടെ മേത്ത് വീണത്. അതുകൊണ്ടിട്ടാണ് ഈ സ്വെല്ലിങ് വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻസെക്റ്റ് കടിച്ചതല്ല, ആ ഇൻസെക്റ്റിന്റെ മേത്ത് നിന്നുള്ള മഴത്തുള്ളി എന്നുള്ള ആ ഇൻസെക്റ്റിന്റെ ആ ഒരു ഇതില്ലേ, ആ കെമിക്കൽ ഫൂക്ലയുടെ മേത്ത് വീണ കൊണ്ടിട്ടാണ് ആക്ച്വലി ആ സ്വെല്ലിങ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ടെറൻറ്റി. The sun appears from behind the clouds and floods the wood, the fields and the three friends with its warm light. അപ്പോൾ മഴക്കാരൊക്കെ മാറി, സൂര്യൻ പുറത്തോട്ട് വന്നു അല്ലെ, മഴക്കാര് വന്ന് മൂടിയ സൂര്യൻ പുറത്തോട്ട് വന്ന് behind the clouds and floods the wood. Floods the wood എന്ന് പറഞ്ഞാൽ മരത്തിന്റെ ഇടയിൽ മുഴുവൻ ഇപ്പൊ സൂര്യനെ കാണാൻ പറ്റും, അതാണ് floods the wood. The fields, ഫീൽഡിലും കണ്ട് പറമ്പിലും ഒക്കെ ആയി. പിന്നെ and the three friends, ഈ 3 ഫ്രണ്ട്സിനെയും with its warm light, നല്ല ചൂടുള്ള ലൈറ്റ് കൊണ്ട് എല്ലായിടത്തും വന്നു എന്നാണ് പറഞ്ഞത്, സൂര്യൻ വന്നു എന്നാണ് അർത്ഥം. The dark menacing cloud has gone far away and taken the storm with it. അപ്പോൾ കറുത്ത് ഇരുണ്ട ആകാശം ഭീഷണിപ്പെടുത്തുന്ന, menacing എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്ന, menacing cloud has gone away, gone far away, ഭീഷണിപ്പെടുത്തുന്ന, അതായത് മഴക്കാരുണ്ട് എന്ന് നമുക്ക് മുന്നറിയിപ്പ് തരുന്ന, ഭീഷണി തരുന്ന ആ മഴക്കാര് മാറിപ്പോയി. ഇപ്പോൾ ഉള്ളത് എന്താണ്, സൂര്യനാണുള്ളത്. അപ്പോൾ കാറ്റ് വന്നപ്പോൾ അതിനെ കൂടി കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ദ എയർ ഇസ് വാം ആൻഡ് ഫ്രാഗ്രന്റ്. ഇപ്പൊ കാറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ചൂടുണ്ട്, ഹോട്ടല്ല, വാം ആണ് കേട്ടോ, ഇളം ചൂടും. ഫ്രാഗ്രന്റ് എന്ന് പറഞ്ഞാൽ നല്ല മണമുള്ളതാണെന്നാണ് പറയുന്നത്. That herb is given when your nose bleeds, says Terendi, pointing to a woolly looking flower. എന്താണ്, ഒരു വൂളി എന്ന് വെച്ചാൽ വുള്ള് പോലത്തെ, അത് അങ്ങനത്തെ ഒരു ഫ്ലവർ കാണുമ്പോൾ ടെറൻറ്റി പറയുന്നു ആ ചെടി മൂക്കിൽ നിന്ന് രക്തം വരുമ്പോൾ തരുന്നതാണ്. ഇറ്റ് ഡസ് ഗുഡ്, അപ്പോൾ ബ്ലഡ് നിൽക്കും എന്നാണ് ടെറൻറ്റി പറയുന്നത്. സോ ടെറൻറ്റി ഹാസ് എ ഗ്രേറ്റ് നോളേജ് അബൌട്ട് ദ പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ആൻഡ് ഹെർബ്സ് ആൻഡ് ഇൻ ദ ഫോറസ്റ്റ് അല്ലേ, അവിടെയുള്ള എല്ലാ ചെടികളെയും മരങ്ങളെ കുറിച്ച് അത്യാവശ്യം വിവരമുള്ള ഒരാളാണ് ടെറൻറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാം. They cross the railway line and going down from the embankment walk towards the river. അപ്പോൾ എന്താണ്, അപ്പോൾ അവർ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തു. പിന്നെ എന്താണ്, ഗോയിങ് ഡൗൺ ഫ്രം ദ എംബാക്ക്മെന്റ്. എംബാക്ക്മെന്റ് എന്ന് പറഞ്ഞാൽ അണക്കെട്ടാണ്, അവന്റെ പുറകെ കൂടി പോയി വാക്ക് ടുവേർഡ്സ് ദ റിവർ. അവർ റിവറിന്റെ അടുത്ത് കൂടി റിവറിലോട്ട് നടന്നു. They walk not with any object but just at random and talk all the way. അത് ഒരു സാധനം കൊണ്ടൊന്നും നടക്കണില്ല, വെറുതെ അങ്ങനെ റാൻഡം ആയിട്ട്, റാൻഡം എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ നടക്കുവാണ്. ആൻഡ് ടോക്ക് ഓൾ ദി വേ, പ്രത്യേകതയാണ് അവർ വർത്താനം പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഡാനിൽക്ക ആസ്ക് ക്വസ്റ്റ്യൻസ്, ടെറൻറ്റി ആൻസേഴ്സ് ദം. ആരാണ് ചോദ്യം ചോദിക്കുന്നത്, ഡാനിൽക്ക ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ടെറൻറ്റി ഉത്തരം പറഞ്ഞുകൊണ്ട് ആണ് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ടെറൻറ്റി ആൻസേഴ്സ് all his questions and there is no secret in nature which baffles him. ടെറൻറ്റി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നുണ്ട്. വായി നിറച്ച ചോദ്യങ്ങളായിട്ടാണ് ഡാനിൽക്ക ഉള്ളത്, പക്ഷെ ഡാനിൽക്ക ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ടെറൻറ്റി ഉത്തരം പറയുന്നുണ്ട്. ആൻഡ് ദർ ഇസ് നോ സീക്രട്ട് ഇൻ നേച്ചർ, പ്രകൃതിയിൽ ഒരു രഹസ്യമില്ലെന്ന് പറയുന്നത് ടെറൻറ്റീനെ അമ്പരപ്പെടുത്തുന്നത്. അതായത് എല്ലാം തന്നെ ടെറൻറ്റിക്ക് അറിയാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഹി നോസ് എവ്രിതിങ്, എല്ലാം അറിയാം.
Thus, for example, he knows the names of all wildflowers. എല്ലാ കാട്ടുപൂക്കളുടെയും പേരറിയാം, മൃഗങ്ങളുടെ പേരറിയാം. ആൻഡ് സ്റ്റോൺസ്, അപ്പൊ കല്ല്, പൂവ്, മൃഗങ്ങൾ എല്ലാവരുടെയും പേര് ടെറൻറ്റിക്ക് അറിയാം. He knows what herbs cure diseases. He has no difficulty in telling the age of a horse or a cow. എന്താണ്, ഏത് ചെടി കഴിച്ചാലാണ് ഏത് അസുഖം മാറുന്നതെന്ന് ടെറൻറ്റിക്ക് അറിയാം. തന്നെയല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്താണ് ടെല്ലിങ് ദ ഏജ്. ആരുടെ ഏജ് ആണ്? ഓഫ് എ ഹോഴ്സ് ഓർ എ കൗ. ഒരു കുതിരയുടെയോ ഒരു പശുവിൻ്റെയോ പ്രായം പറയുന്നതിൽ ടെറൻറ്റിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഒരു പ്രശ്നവുമില്ല ടെറൻറ്റിക്ക്, അത് എളുപ്പം പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ഹി ഹാസ് എ ഗ്രേറ്റ് നോളേജ് അബൌട്ട് ഓൾ ദ ലിവിങ് തിങ്സ്, അല്ലേ? എല്ലാ ജീവജാലങ്ങളെ കുറിച്ചും അത്യാവശ്യം വിവരമുള്ള ഒരാളാണ്. Looking at the sunset, at the moon or the birds, he can tell what sort of weather it will be next day. സൂര്യാസ്തമയം നോക്കിയിട്ട്, മൂണിനെ നോക്കിയിട്ട്, ചന്ദ്രനെ നോക്കിയിട്ട്, ബേർഡ്സിനെ നോക്കിയിട്ട് എന്ത് വെതർ ആയിരിക്കും, എന്ത് കാലാവസ്ഥയായിരിക്കും പിറ്റേ ദിവസം ഉണ്ടാകുക എന്ന് പറയാൻ ടെറൻറ്റിക്ക് പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻഡീഡ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ടെറൻറ്റി ഹു ഈസ് സോ വൈസ്. എന്താണ്, അത് മാത്രമല്ല, ടെറൻറ്റി മാത്രമല്ല ഇത്രയും ബുദ്ധിയുള്ള ആള്. പിന്നെയോ Silandy Slich, the innkeeper, the market gardener, the shepherd and all the villagers, generally speaking, knows as much as he does. Silandy Slich എന്ന് പറഞ്ഞ ആളും, അതായത് ഇൻകീപ്പർ ആണ്. ഇൻകീപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് ടു ലീവിന്, ആൾക്കാർ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇൻകീപ്പർ, പിന്നെ മാർക്കറ്റ് ഗാർഡനർ, ഷെപ്പേർഡ്, വില്ലേജസ് എല്ലാവരും തന്നെ ഇത്രത്തോളം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ്. സോ ഈ ഓൾഡ് പീപ്പിളിനുള്ള വിവരം എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ഗെറ്റ് ഇറ്റ് ഫ്രം ബുക്സ്, അല്ലേ? ബുക്സിൽ നിന്നല്ല ഇവർക്ക് കിട്ടുന്നത്. ഇവരുടെ എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടൊന്ന് പഠിച്ചെടുക്കുന്ന, സ്വായത്തമാക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇതൊക്കെ. These people have learned not from books but in the fields, in the wood, on the river bank. ഇവരിതൊന്നും ബുക്കിൽ നിന്ന് പഠിച്ചതല്ല, ഇവർ പഠിച്ചത് പാടത്തും പറമ്പിലും ഈ പുഴയുടെ തീരത്തും ഒക്കെ പോയിട്ടാണ് ഇവരിതൊക്കെ പഠിച്ചിട്ടുള്ളത്. Their teachers have been the bird themselves when they sang to them, the sun when it left a glow of crimson behind it at setting, the very trees and wild herbs. അപ്പോൾ അവരുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു? അവരുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ബേർഡ്സ് ദംസെൽഫ് ആയിരിക്കും, പക്ഷികൾ തന്നെയായിരിക്കും. ചിലപ്പോൾ അവർ പാട്ട് പാടുമ്പോൾ, അല്ലെ, വെൻ ദേ സാങ് ടു ദം, പക്ഷികൾ പാട്ട് പാടുമ്പോൾ അത് അവരുടെ ടീച്ചറാകും. ദ സൺ, ഈവൻ സൂര്യനുണ്ട്. സൂര്യൻ ക്രിംസൺ എന്ന് പറഞ്ഞാൽ ചുമന്ന ലൈറ്റ് തരുമ്പോൾ അത് സൂര്യനാവും. അപ്പൊ ചുമന്ന ലൈറ്റ് തരാത്തപ്പോൾ സൂര്യൻ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ കാലാവസ്ഥ എങ്ങനെ ഇരിക്കും എന്ന് അവർക്ക് പറയാൻ പറ്റും. പിന്നെയോ വെരി ട്രീസ്, മരങ്ങൾ, പിന്നെ വൈൽഡ് ഹെർബ്സ്, കാട്ട് ചെടികൾ, ഏത് വേണമെങ്കിലും ഇവരുടെ ടീച്ചേഴ്സ് ആവും. ഇവർ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ബുക്കിൽ നിന്നല്ല, ഇതൊക്കെയാണ് ഇവരുടെ ടീച്ചേഴ്സ് എന്നാണ് അവർ പറയുന്നത്. The two of them, the cobbler and the boy, walk about the fields, talk unceasingly and are not weary. ഈ രണ്ടുപേരും, അതായത് കോബ്ലറും ബോയും, ഒരു ക്ഷീണവും ഇല്ലാണ്ട് ചോദിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞ്, ടോക്ക് അൺസീസിംഗ്ലി എന്ന് പറഞ്ഞാൽ ഒരു നിർത്തണവും ഇല്ല, സംസാരിച്ചുകൊണ്ട് നടക്കുവാണ്. ആൻഡ് ആർ നോട്ട് വെറി എന്ന് വെച്ചാൽ ടയേർഡ് ആവാതെ രണ്ടുപേരും കൂടി നടക്കുവാണ്. They could wander about the world endlessly. അവർക്ക് രണ്ടുപേർക്കും ഈ ലോകം മുഴുവൻ ചുറ്റി കറങ്ങാം, എന്നാൽ പോലും ടയേർഡ് ആവില്ല എന്നാണ് പറയുന്നത്. They walk and in their talk of the beauty of the earth do not notice the frail little girl trembling after them. അപ്പോൾ അവരിങ്ങനെ നടന്നു പോവുകയാണ്. അവരിങ്ങനെ സംശയം, ഡാനിൽക്കാണെങ്കിൽ വായ കൂട്ടുന്നില്ല, സംശയം ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ they walk and in their walk of the beauty of the earth do not notice the frail little girl tripping after them. അപ്പോൾ അവരിങ്ങനെ നടന്ന് പോകുമ്പോൾ, ഫ്രെയിൽ എന്ന് പറഞ്ഞാൽ വീക്കാണ്, ഫ്രെയിൽ എന്ന് പറഞ്ഞാൽ വീക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ വീക്ക് ലിറ്റിൽ ഗേൾ വീഴുന്ന, ട്രിപ്പിംഗ് ആഫ്റ്റർ ദം എന്ന് പറഞ്ഞാൽ ടയേർഡായി പോകുന്നത് അവർ ശ്രദ്ധിക്കുന്നില്ല. അവരത്രയും നടന്ന് അവർ പോകുകയാണ്, അവർ ശ്രദ്ധിക്കുന്നില്ല, അവർ വർത്തമാനത്തിലല്ലേ. രണ്ടുപേരും ലോകകാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത്, മരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും, താറാവ്, ഈ പറയാൻ അവർക്ക് ടോപ്പിക് ഒന്നുമില്ല, അവർ എൻലെസ് ടോപ്പിക്സ് ആണ്, നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവർ കുട്ടിനെ ശ്രദ്ധിക്കുന്നേ ഇല്ല. Towards midday, all three sit down on the river bank. അപ്പോൾ മിഡ് ഡേ ആയി, അവർ രാവിലെ പുറപ്പെട്ട സമയമൊക്കെ ഓർമ്മയുണ്ടല്ല, 8 മണിക്കോ 9 മണിക്കോ ഇടയിൽ സംഭവിച്ച കാര്യമായിരുന്നു. ഇപ്പൊ മിഡ് ഡേ ആയി, അല്ലേ? മിഡ് ഡേ ആയി കഴിഞ്ഞപ്പോൾ 3 പേരും റിവർ ബാങ്കിന്റെ അവിടെ നിന്നു, റിവർ ബാങ്കിന്റെ അവിടെ ഇരുന്നു. ഡാനിൽക takes out of his bag a piece of bread and soaked and reduced to a mash and they begin to eat. അപ്പോൾ എന്താണ്, ഡാനിൽക ബാഗിൽ നിന്ന് ഒരു പീസ് ഓഫ് ബ്രെഡ് എടുത്തു. പീസ് ഓഫ് ബ്രെഡ് എങ്ങനെ ഇരുന്നേച്ച്, ആൻഡ് സോക്ഡ് ആൻഡ് റെഡ്യൂസ്ഡ് ടു എ മാഷ്. മഴയല്ലേ പെയ്തത്, അല്ലേ? ഇത്രയും നേരിട്ട് പെയ്ത മഴയിൽ പീസ് ഓഫ് ബ്രെഡ് അല്ലേ, അത് നനഞ്ഞ് കുതിർന്ന് മാഷ് പോലെ. മാഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമോ,
നമ്മൾ ഈ ഫ്രൂട്ട് മാഷ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് വേവിച്ച് അടിക്കുന്നതിനാണ് മാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ബ്രെഡ് ഒരു മാഷ് പോലെ വേവിച്ചെടുത്ത എങ്ങനെ ഇരിക്കും ബ്രെഡ് എന്ന് പറയുമ്പോൾ പീസായിട്ട് നമുക്ക് എടുക്കാം. ഇത് മാഷ് പോലെയായി എന്നാണ് പറയുന്നത്. ആൻഡ് ദേ ബിഗിൻ ടു ഈറ്റ്. പക്ഷെ എന്നിട്ട് അവരത് തിന്നുന്നുണ്ട്. സോ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹെൽപ്ലെസ് ദേ ആർ, അല്ലേ? ഹൗ ഹെൽപ്ലെസ് ദേ ആർ എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും നനഞ്ഞു കുത്തുന്ന ബ്രെഡായിട്ടും അവരത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത്യാവശ്യം ദാരിദ്ര്യമുള്ള കൂട്ടത്തിലാണെന്ന് നമുക്ക് കഥയിൽ നിന്ന് മനസ്സിലാക്കാം, ഇല്ലേ? നമ്മൾ കഴിക്കോ? ഇത്തിരി എന്തെങ്കിലും വ്യത്യാസം, ടേസ്റ്റ് വ്യത്യാസം, ഇതൊന്നും വേണ്ട, എനിക്ക് വേറെ എന്ന് പറയും. കാരണം വി ഹാവ് ഓപ്ഷൻസ്. ഇവിടെ അവർക്ക് ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടിട്ടാണ് നനഞ്ഞു കുതുന്ന ബ്രെഡായിട്ടും അവരത് കഴിക്കുന്നത്. അപ്പോൾ അവർ 3 പേരും അത് കഴിക്കുന്നുണ്ട്. Terendi says a prayer when he has eaten the bread, then stretches himself on the sandy bank and falls asleep. ടെറൻഡി അപ്പോൾ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലും. ബ്രെഡൊക്കെ തിന്നു കഴിയുമ്പോൾ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി എന്നിട്ട് ടെറൻഡി സ്ട്രെച്ചസ് ഹിംസെൽഫ് എന്നാൽ നീണ്ടു നിവർന്ന് എവിടെ സാൻഡി ബാങ്ക് കിടക്കുന്നത് എവിടെയാണ്? മണ്ണുള്ള തീരത്താണ് കിടക്കുന്നത്. ആൻഡ് ഫാൾസ് അസ്ലീപ് എന്നിട്ട് ഉറങ്ങി പോകുന്നുണ്ട്. വൈൽ ഹി ഈസ് അസ്ലീപ് ദ ബോയ് ഗേസസ് അറ്റ് ദ വാട്ടർ പോണ്ടറി. അപ്പോൾ ടെറൻഡി ഉറങ്ങിയപ്പോൾ ആൺകുട്ടി എവിടെ നോക്കുന്നത്? എവിടെ? വെള്ളത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ആലോചിച്ചു കൊണ്ടിട്ട് വെള്ളത്തിൽ നോക്കിക്കൊണ്ടിരിക്കാൻ. ഹി ഹാസ് മെനി ഡിഫറെന്റ് തിങ്സ് ടു തിങ്ക് ഓഫ്. പല കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. 8 വയസ്സുകാരനെ ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹി ഹാസ് ജസ്റ്റ് സീൻ ദ സ്റ്റോം, ദ ബിയർ ആൻഡ് ദ ആൻസ്. അപ്പോൾ ഇത്രയും വലിയൊരു കൊടുങ്കാറ്റൊന്നും കണ്ടിട്ടില്ല ജീവിതത്തിൽ. അപ്പോൾ അത് കണ്ടു, പിന്നെ ബിയറിനെ കണ്ടു, ആൻസിനെ കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ആൾ കിടക്കുന്നത്. ഉറങ്ങുന്നതല്ല, കിടക്കുന്നത്. Only towards the evening our wanderers returned to the village. അപ്പോൾ ഈവനിങ് ആയപ്പോഴാണ് wanderers എന്ന് പറഞ്ഞാൽ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെയാണ് wanderers എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പേരും തിരിച്ചെത്തുന്നത് ആ സമയത്ത്. The children go for the night to a deserted barn. അപ്പോൾ കുട്ടികൾ 2 പേരും എന്താണ്? ഡെസേർട്ടഡ് ബാൺ എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത കളപ്പുരനെയാണ് ബാൺ എന്ന് പറയുന്നത്. അതിലോട്ട് പോയി. The boy does not sleep. ആൺകുട്ടി ഉറങ്ങുന്നില്ല. He gazes into the darkness and it seems to him that he is seeing all that he has seen in the day. എന്താണ്? ഇരുട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിലോട്ട് നോക്കിയാണ് കിടക്കുന്നത്. പക്ഷേ ഇപ്പോഴും രാവിലെ കണ്ട എല്ലാ കാഴ്ചകളും തന്റെ കൺമുമ്പിൽ കാണുന്നത് പോലെയാണ് ആ കുട്ടിക്ക് ഫീൽ ചെയ്തത്. The storm clouds. എന്തൊക്കെയാണ് കാഴ്ച? The storm clouds, the bright sunshine, the birds, the fish, lanky Terendi. അപ്പോൾ ഇത് എന്താണ്? സ്റ്റോം ക്ലൗഡ്സ്, നല്ല കൊടുങ്കാറ്റും മേഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കാണാം. ബ്രൈറ്റ് സൺഷൈൻ, അത് കഴിഞ്ഞ് പിന്നെ നല്ല തെളിവുള്ള സൂര്യൻ വന്ന ആ കാഴ്ച കാണാം. ബേർഡ്സിനെ കാണാം, ഫിഷിനെ കാണാം. ലാങ്കി ടെറൻഡി, ലാങ്കിന്റെ മീനിങ് എന്ന് വെച്ചാൽ തിൻ ആൻഡ് ടോൾ എന്നാണ്. ഓക്കെ, തിൻ ആൻഡ് ടോൾ, ആ ടെറൻഡിനെ കാണാം. He longs to tell someone all that is haunting him now, but there is no one to tell. എന്താണ്? ഈ തന്നെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, ഹോണ്ടിങ് എന്ന് പറഞ്ഞാൽ വേട്ടയാടുന്നതാണ്, തന്നെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെ കുറിച്ച് ആരോടെങ്കിലും പറയണമെന്ന് ഡാനിയൽക്ക് തോന്നി. പക്ഷെ ആരുമില്ല ചുറ്റും പറയാൻ. ഫോക്ല is too little and would not understand. എന്താണ്? അനിയത്തി എന്ന് പറയുന്നത് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം ചെറിയ കുട്ടിയാണല്ലോ, 6 ക്ലാസ് അല്ല, 6 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും മനസ്സിലാവില്ല എന്നാണ് ഡാനിയൽക്ക് പറയുന്നത്. I will tell Terendi tomorrow, thinks the boy. ഞാൻ ടെറൻഡിനോട് നാളെ പറയാം എന്നാണ് കുട്ടി വിചാരിക്കുന്നത്. അപ്പോൾ കുട്ടി അങ്ങനെ വിചാരിക്കും, നാളെ പറയാമെന്ന്. The children fall asleep thinking of the homeless cobbler, and in the night Terendi comes to them and puts bread under their heads. അപ്പോൾ കുട്ടികൾ ഉറക്കത്തിൽ ടെറൻഡിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെ ഉറങ്ങിപ്പോകുന്നുണ്ട്. ഇൻ ദ നൈറ്റ്, രാത്രിയായപ്പോൾ ആരാണ് അവിടെ വരുന്നത്? ടെറൻഡി കംസ് ടു ദം. ടെറൻഡി അവർ കിടക്കുന്നിടത്ത് വരുന്നുണ്ട്. എന്നിട്ട് പുട്സ് ബ്രെഡ് അണ്ടർ ദ ഹെഡ്സ്, അവർ ഉറങ്ങുന്ന തലയുടെ അടുത്തായിട്ട് ബ്രെഡ് വെക്കുന്നുണ്ട്. സോ ദ ചിൽഡ്രൻ ആർ എലോൺ, അല്ലേ? അവർക്ക് ആരും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവും. ആൻഡ് നോ വൺ സീസ് ഇസ് ലവ്, ആരും അദ്ദേഹത്തിന്റെ സ്നേഹം കാണുന്നില്ല. ഇറ്റ് ഈസ് സീൻ only by the moon which floats in the sky and peeps caressingly through the holes in the wall of the deserted barn. ആര് മാത്രമാണ് അത് കാണുന്നതെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സീൻ only by the moon. ചന്ദ്രൻ മാത്രമാണ് അത് കാണുന്നത്, അല്ലേ? ആകാശത്ത് ആ സമയത്ത് ചന്ദ്രനാണുള്ളത്. വിച്ച് ഫ്ലോട്ട്സ് ഇൻ ദ സ്കൈ, ആകാശത്ത് ഒഴുകി നടക്കുന്ന ചന്ദ്രൻ മാത്രമാണത് കാണുന്നത്, നിലാവ് മാത്രമാണത് കാണുന്നത്. ആൻഡ് പീപ്സ്, എന്താണ്? ഒളിഞ്ഞു നോക്കുന്നതാണ് പീപ്പ് എന്ന് പറയുന്ന. കെയറസിംഗ്ലി എന്ന് പറയുമ്പോൾ ലാളനയോടെ നോക്കുന്നു എന്നാണ് അർത്ഥം. ലാളനോടെ ഇടയിൽ കൂടെ, അതായത് ഇവർ ഉറങ്ങുന്ന ഇടയിൽ കൂടെ മൂൺ ലൈറ്റും കയറാറുണ്ടല്ലോ. അപ്പോൾ ഇടയിൽ കൂടെ ലാളനോടെ മൂൺ മാത്രമാണ് ഡെസേർട്ടഡ് ബാണിലൂടെ നോക്കുന്നതെന്നാണ് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. നമ്മൾ പഠിച്ച പാഠം മനസ്സിലായല്ലോ. എ ഡേ ഇൻ ദ കൺട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മളോട് പറയുന്നത് 3 പേരുടെ കഥയാണ് അല്ലേ. ടെറൻഡി ആൻഡ് 2 കിഡ്സ്, ഒരു 6 വയസ്സുള്ള ഫോക്ലയുടെയും 8 വയസ്സുള്ള ഡാനിയൽക്കയുടെയും കഥയാണ് പറഞ്ഞിരുന്നത്. അവർ ആ ദിവസം ആ ഫോറസ്റ്റ് എങ്ങനെ കൈ കുടുങ്ങുന്നു, അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു, ആര് രക്ഷിക്കുന്നു, പിന്നെ അവിടുത്തെ കാഴ്ചകൾ, അവിടെയുള്ള മനുഷ്യരുടെ വിജ്ഞാനവും അറിവും അവരെവിടെ നിന്ന് ഈ അറിവൊക്കെ നേടി എന്നുള്ള ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് ഈ പാഠം തരുന്നത് അല്ലേ. ചാപ്റ്റർ എന്തായാലും മനസ്സിലായില്ലേ. സോ വി ആർ മൂവിങ് ഓൺ ടു ദ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ്. Moving on to the textual questions. First question answer ആണ് നോക്കാൻ പോകുന്നത്. Why is Folklore worried? Pick out the expressions which show that she is worried. എന്തുകൊണ്ടാണ് ഫോക്ല ആശങ്കാകുലയാകുന്നത്? അവൾ ആശങ്കാകുലയാണെന്ന് കാണിക്കാനായി എന്തൊക്കെ പദപ്രയോഗങ്ങളാണ് കഥയിലുള്ളത്? ഇത് സിറ്റുവേഷൻ ഇല്ലേ, ഫോക്ല ഓടി വരുന്നതും എന്താണ് ടെൻഷൻ, നമുക്ക് സ്റ്റോറിയിൽ തന്നിരിക്കുന്ന വേർഡ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. Folklore was worried because her brother had met with an accident. അല്ലേ, ഒരു ആക്സിഡന്റ് പറ്റി. എന്തായിരുന്നു ആക്സിഡന്റ്? The following sentence shows that she is worried. The white-haired, barefoot child is pale. Her eyes are wide open. Her lips are trembling. അല്ലേ, നമ്മുടെ ചുണ്ടൊക്കെ വിറക്കണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ അത്രയും ടെൻഷനിൽ ഇരിക്കുമ്പോഴായിരിക്കും. സോ അതാണ് ഫോക്ലർ worried ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗം. Second question, what was the accident that Danielka met with? ഡാനിയൽക്കക്ക് എന്ത് അപകടമാണ് സംഭവിച്ചത്? ഡാനിയൽക്ക put his hand into a hole in a tree to get cuckoo's eggs. His hand was stuck and he could not take it out. കുക്കുവിൻ്റെ മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് കൈ ഇടുന്നതും അത് കൈ പിന്നെ തിരിച്ച് ഊരിയെടുക്കാൻ പറ്റാത്തതുമാണ് അപകടം. Third question, why does the boy not think of his trouble while looking at the stormy sky? എന്തുകൊണ്ടാണ് കൊടുങ്കാറ്റുള്ള ആകാശത്തേക്ക് നോക്കുമ്പോൾ കുട്ടി തന്റെ വിഷമത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? The boy is gazing at the stormy sky and apparently forgot to think of his trouble. എന്താണ്, സ്വന്തം ആ കൊടുങ്കാറ്റൊക്കെ വരുന്ന കാണുമ്പോൾ നമ്മൾ വലിയൊരു സാധനം വരുമ്പോൾ നമ്മളുടെ ചെറിയ വേദനകളൊക്കെ നമ്മൾ മറക്കാറുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, why does Terendi ask Danielka not to touch the nightingale's nest? എന്തുകൊണ്ടാണ് ടെറൻഡി ഡാനിയൽക്കയോട് നൈറ്റിംഗിളുടെ കൂടെ തുടരുത് എന്ന് ആവശ്യപ്പെടുന്നത്? Nightingale is a singing bird and it has a voice to gladden the heart of a man. He thinks that it is a sin to disturb the bird. നൈറ്റിംഗിളുടെ ശബ്ദം മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നതാണെന്നാണ് ടെറൻഡി പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഒരു പാപമാണെന്നാണ് ടെറൻഡി പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, he knows everything. Why does the author say so? അവന് എല്ലാം അറിയാം. എന്തുകൊണ്ടാണ് കഥാകാരൻ ഇങ്ങനെ പറയുന്നത്? He knows the names of all wild flowers, animals and stones. He knows what herb cures diseases. He has no difficulty in telling the age of a horse or a cow. Looking at the sunset, at the moon or the birds, he can tell what sort of weather it will be next day. അപ്പോൾ ഡാനിയൽക്കനോട് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ ടെറൻഡി ഇത് ചെടിയാണ്, ഇത് എനിക്ക് ഏജ് പറയാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ, കുറേ കാര്യങ്ങൾ അറിയാം. ആർക്കാണ് അറിയാവുന്നത്? ടെറൻഡിക്ക് അറിയാം. These people have learned not from books. How did they learn then? ഈ ആളുകൾ പഠിച്ചത് പുസ്തകങ്ങളിൽ നിന്നല്ല, പിന്നെ എങ്ങനെ പഠിച്ചു? They learned from the fields, woods, river banks, birds, the sun, etc. In short, they learned everything from nature. നമ്മൾക്ക് ഇവർ എല്ലാം തന്നെ പഠിച്ചത്, ഇവർ ടെറൻഡി മാത്രമല്ല നാട്ടിലുള്ള എല്ലാവർക്കും അറിയാമെന്നാണ് പറയുന്നത്. സോ അവരെല്ലാവരും തന്നെ പഠിച്ചത് പുസ്തകങ്ങളിൽ നിന്നല്ല, മറിച്ച് പ്രകൃതിയിൽ നിന്നാണ് പഠിച്ചതെന്നാണ് പറയുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദാറ്റ് ടെറൻഡി ലവ്സ് ചിൽഡ്രൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ടെറൻഡി കുട്ടികളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം ന്യായീകരിക്കാം. യെസ്, ഹി ലവ്സ് ചിൽഡ്രൻ. When the children fell asleep, he came to them and put bread under their heads. അല്ലേ, സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാം. ഉറങ്ങിക്കഴിയുമ്പോൾ കുട്ടികൾ ഉറങ്ങുന്ന തലക്കും ഭാഗത്ത് വന്നിട്ട് എന്താണ്, ബ്രെഡ് വെക്കുന്നുണ്ട്. അതായത് നാളെ കുട്ടികൾ എണീക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഫുഡാണത്. അപ്പോൾ ടെറൻഡി സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, and no one sees his love. What is the love referred to here? അവന്റെ സ്നേഹം ആരും കാണുന്നില്ല. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന സ്നേഹം എന്താണ്? No one sees his love because the love referred to here is the bread he places under the heads of the sleeping children. It is seen only by the moon. അല്ലേ, ആരും കാണാതെ തന്നെയാണ് ടെറൻഡി അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവന്റെ സ്നേഹം ആരും കാണുന്നില്ല എന്ന് പറയുന്നത്. കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് കുട്ടികളാകുമ്പോൾ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വിശപ്പിനുള്ള ആഹാരം ആണ് ടെറൻഡി തലക്കും ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ടെറൻഡിയുടെ സ്നേഹം എന്ന് പറയുന്നത് ആ കുട്ടികളോട് അത്രയും വലുതാണ്. അല്ലേ, ഇതാ വേറെ ആരും കാണുന്നില്ല, കാരണം കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് ടെറൻഡി ഇത് കൊണ്ടുവന്ന് വെക്കുന്നത്.
അപ്പോൾ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇനിയും ഉണ്ട്. മിസ് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും എടുത്തിട്ടില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ. മിസ് ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് തന്നെയാണ്. Activity 1. The following is a summary of the story A Day in the Country. Some parts of it are missing. Complete it. It was a stormy day. There was thunder and lightning. അപ്പോൾ ഇത്രയും മാത്രമാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ബാക്കിയുള്ളത് നോക്കാം. There was thunder and lightning. അപ്പോൾ ഓരോ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓൾറെഡി നമ്മൾ കണ്ടല്ലോ. Second point, there was thunder and lightning. Third one, a little girl of 6 ran through the village looking for Terendi, the cobbler. She was worried. ഓരോ ഇവന്റ്സ് ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. She asked everyone whether they had seen Terendi. ടെറൻഡിയെ കണ്ടോന്ന് എല്ലാവരോടും ചോദിക്കുന്നു. The girl sobbed and told Terendi that her brother Danilka had met with an accident. She wanted Terendi to go with her and help Danilka. She said that Danilka had put his hand into a hole in a tree to get cuckoo's egg and he couldn't get its hand out. എന്താണ് പറ്റിയത്? ഇത്ര രാവിലെ അപകടം പറ്റിയോ? യു ആർ ഓൾറെഡി ഇൻ ട്രബിൾ എന്നൊക്കെ ചോദിക്കുന്ന ആ ഭാഗമില്ലേ. സോ ആ ഇവന്റ്സ് ഒക്കെ കറക്റ്റ് ഓർഡറിൽ തന്നെ വേണം നമ്മൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. They both rushed to the spot in the heavy rain. He saved the boy and walked along towards the darkened road. On the way, they talked about a lot of things like nightingale, rain, ducks, etc. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാവുന്നതാണ്. കാരണം കുറേ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. Danilka wondered how Terendi knew a lot of things about everything. Terendi learned not from books but from nature. They shared the food and returned to the village only towards the evening. The children went for the night to a deserted barn. The children went for the night for a deserted barn. Terendi came to them and put bread under their heads. The moon enjoyed the love of the homeless cobbler. അപ്പോൾ മൂൺ മാത്രമാണ് ഈ ഹോംലെസ് കോബ്ലർ ചെയ്യുന്നത്. ഹോംലെസ് എന്ന് പറയുമ്പോൾ വീടില്ലാത്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കോബ്ലർ ചെയ്യുന്ന ആ കാരുണ്യ പ്രവൃത്തി അല്ലെങ്കിൽ ഒരു നല്ല കാര്യം സ്നേഹിക്കുന്ന അതെല്ലാം കാണുന്നത് ആകെ ഒരു സാക്ഷി മാത്രമേ ഉള്ളൂ, അത് മൂണാണ്. Now retell the story in your own way. അപ്പോൾ ഇനി നമ്മളോട് കഥ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ഉപയോഗിച്ച് സ്വന്തം വാക്യത്തിൽ നമുക്ക് കഥ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് കഥ? ഈ കഥ തന്നെയാണ് കേട്ടോ. ഇറ്റ് വാസ് എ സ്റ്റോമി ഡേ. നമ്മൾ പറയുമ്പോൾ അങ്ങനെ തന്നെ തുടങ്ങാം. വൺസ് അപ്പോൺ എ ടൈം തുടങ്ങാം, വൺ ഡേ തുടങ്ങാം, എങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഇസ് അപ് ടു യു. വൺ ഡേ ഗേൾ വാസ് വറീഡ് അങ്ങനെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. വൺസ് അപ്പോൺ എ ടൈം ദർ ലിവ്ഡ് എ ഗേൾ ആൻഡ് എ ബോയ് അങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇറ്റ് വാസ് എ സ്റ്റോമി ഡേ. ദർ വാസ് എ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. A little girl of 6 ran through the village looking for Terendi, the cobbler. She was worried. She asked everyone whether they had seen Terendi. Nobody could tell where Terendi was. At last she met Terendi's bosom friend who told her that he was in the kitchen garden. Bosom friend ന്റെ മീനിങ് മിസ് കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ്. So don't make any mistakes. Okay? She saw Terendi standing near the vegetable plots. The girl sobbed and told Terendi that her brother Danilka had an accident. അപ്പം നമ്മളിവിടെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ടോൾഡ്, ഹാഡ് എന്നൊക്കെ പറയുമ്പോൾ. കാരണം നമ്മൾ കഥ കഴിഞ്ഞിട്ടാണ് പറയുന്നത് കഥ. She wanted Terendi to go with her and help Danilka. She said that Danilka had put his hand into a hole in a tree to get cuckoo's egg and he couldn't get his hand out. They both rushed to the spot in the heavy rain. On the way, he told her not to be frightened because of the thunder, as it would not kill a little thing like her. When they reached the spot, they found Danilka frightened. He saved the boy and they walked along the darkened road. On the way, they talked about a lot of things like nightingale, rain, ducks, etc. Terendi answered all the questions. Danilka wondered how Terendi knew a lot of things about everything. Terendi learned not from books but from nature. They reached a river bank and shared their food. They returned to the village only towards the evening. The children went for the night to a deserted barn. Danilka could not sleep for a long time. He thought about all what he had seen. At last they fell asleep. Terendi came to them and put some bread under their heads. The moon enjoyed the love of the homeless cobbler. അപ്പോൾ നമ്മൾ പറയുന്ന കഥ നമ്മൾ പറയുമ്പോൾ നമ്മൾ കണ്ട കാര്യം പറയുന്നത് പോലെ തന്നെ വേണം കഥ എക്സ്പ്രസ് ചെയ്യാൻ. ഒരു ഇവൻസും വിട്ടു പോകരുത്, കറക്റ്റായിട്ട് പറയണം. കുറച്ച് ഇവൻസ് ഒക്കെ വിട്ട് കളയാന്ന് വെച്ചാൽ ലൈക്ക് സ്വാം ബീസിൻ്റെ കാര്യം, ഈ സ്വെല്ലിങ് വന്ന കാര്യം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിവാക്കാം. കാരണം അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും കഥ. അപ്പോൾ സ്വന്തം വാക്യത്തിൽ എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ബട്ട് ഡോണ്ട് ഫർഗെറ്റ് ടു മേക്ക്
മേക്ക് ഇറ്റ് കറക്റ്റ്ലി. അതർവൈസ് എന്താ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രസന്റ് ടെൻസിൽ കണ്ടിന്യൂസ് ടെൻസിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കഥ വായിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ വേണം സ്വന്തം വാക്യത്തിൽ എഴുതാൻ. ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് ഇംഗ്ലീഷ് ഗിവ്സ് യു ഫുൾ ഫ്രീഡം അല്ലേ. നിങ്ങൾക്ക് സ്വന്തം വാക്യത്തിൽ എഴുതി കഥ അവതരിപ്പിച്ച് വെച്ചാൽ മാത്രം മതി, അല്ലാതെ ഒരു ഫാക്റ്റ് ഒന്നുമല്ല അല്ലേ, നമുക്ക് തിയറി ഒന്നുമല്ല, നമ്മൾ അങ്ങനെ തന്നെ പഠിച്ച് കാണാപ്പാഠം എഴുതണം എന്ന് ഒരു നിർബന്ധമില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ കറക്റ്റായിട്ട് ഫോം ചെയ്തിട്ട് വേണം, സെൻറ്റൻസസ് പ്രോപ്പറായിട്ട് വേണം ഫോം ചെയ്യാൻ, എന്നിട്ട് വേണം എഴുതി വയ്ക്കാൻ. ഓക്കെ അല്ലേ. അപ്പോൾ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ വലിയ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ചാപ്റ്റർ എത്തുവാണ്. അപ്പോൾ വാട്ട് വാസ് ദ ചാപ്റ്റർ അബൌട്ട്? എന്തായിരുന്നു? എ ഡേ ഇൻ ദ കൺട്രി, ഒരു ദിവസം, രാജ്യത്തിലെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് നമ്മളോട് ഓഥർ പറയുന്നത്. ഓഥർ ആരായിരുന്നു? ആന്റൺ ചെക്കോവ് ആയിരുന്നു ഓഥർ. അപ്പോൾ എ ഡേ ഇൻ ദ കൺട്രിയിൽ നമ്മൾ കണ്ടത് കുറേ ഹോംലെസ് അല്ലെങ്കിൽ കുറേ രണ്ട് കുട്ടികളുടെ കാര്യങ്ങളാണ് കണ്ടത്. രണ്ട് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളെ കഥാകാരൻ കൊണ്ടുപോകുന്നത് പ്രകൃതിയിലേക്കാണ്. പ്രകൃതിയിലുള്ള കാര്യങ്ങൾ, നാട്ടുകാർ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് പ്രകൃതിയിൽ നിന്ന് ഇന്ന് മഴ ഉണ്ടാവോ, നാളത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്, അതായത് ശാസ്ത്രം ഒരുപാട് പുരോഗമിക്കുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു. എങ്ങനെയായിരുന്നു അവർ ഓരോന്ന് പഠിച്ചിരുന്നത്? അവർ പഠിച്ചിരുന്നത് പ്രകൃതിയിൽ നിന്നാണ്. ഇപ്പോൾ നമുക്കറിയാം സന്ധ്യ ആകുമ്പോൾ കിളികളെല്ലാം കൂട്ടം കൂട്ടമായിട്ട് കൂട്ടിലിട്ട് പറന്നു പോകും. അപ്പോൾ അതെന്താണ്? അപ്പം നമുക്കറിയാം വാട്ട് ഇസ് എ ടൈം എന്ന് നമുക്കറിയാം. അത് കൃത്യമായിട്ട് ഒരു ക്ലോക്ക് നോക്കാതെ കൃത്യമായിട്ട് ടൈം പാലിച്ചു കൊണ്ട് തന്നെയാണ് അവർ അത് ചെയ്യുന്നത്. ഇപ്പം മഴ വരുമ്പോൾ എല്ലാത്തിനും അവരൊരു പ്രത്യേകത ഉണ്ട്. എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ ശബ്ദങ്ങൾ കാട്ടിലുള്ള ജീവികൾ പുറപ്പെടുവിക്കാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ട സയൻസും ടെക്നോളജീനേക്കാൾ വലിയ പാഠങ്ങൾ നമുക്ക് അപ്പുറത്തുനിന്ന് പഠിക്കാൻ പറ്റും. സോ ഡു ഒബ്സർവ്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമുക്കും ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടി എന്തോരം ടൈം എടുക്കുന്നു വളരാൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒബ്സർവേഷനിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. യു വിൽ ഓൾസോ ലവ് ദ നേച്ചർ. അപ്പോൾ നേച്ചർ ഇസ് എ very great teacher. Okay, so learn from the teacher, and we are going to wind up the session, so we will see with next chapter. Until then, goodbye children. Thank you.